നമുക്കൊന്നിച്ച് ആ വാക്യത്തിലേക്ക് വേഗത്തിൽ ഓടി വരാം. ഇങ്ങനെ എഴുതിയിരിക്കുന്നു, യേശു അവരോട് പറയുന്നു, സാത്താൻ മിന്നൽ പോലെ ആകാശത്തുനിന്നും വീഴുന്നത് ഞാൻ കണ്ടു. ഈ 19 വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നു. അടുത്തത് അത് വീഴുന്നത് കൊണ്ട് പറയുകയാണ്, പാമ്പിനെയും തേളിനെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക്. ഒന്ന് ചേർന്ന് പറഞ്ഞിട്ട് ആ കാലൊക്കെ ഇരിക്കുന്നിടത്ത് നിന്ന് ഇരുന്നിട്ട് ഒന്ന് കാലത്തോട്ടൊക്കെ വക്ക്, എന്നിട്ട് ചേർന്ന് പറ, ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാനുള്ള അധികാരം എവിടെയാണെന്ന് ചോദിച്ചാൽ ഏതോ ഒരു ദൈവദാസൻ്റെ കയ്യിലല്ല, അതെൻ്റെ കാൽ ചുവട്ടിലാണ് എന്ന് പറയാം. തൻ്റെ ഇടമുള്ളവർ കരങ്ങളൊക്കെ ഒന്ന് ഉയർത്തിക്കൊണ്ട് കാലൊക്കെ ചവിട്ടിക്കൊണ്ട് പറ, എന്നെ വേദനിപ്പിക്കാൻ നിൽക്കുന്ന ശത്രുവേ, പാമ്പേ, തേളെ, നിൻ്റെ എല്ലാ ബലത്തെയും ചവിട്ടാനുള്ള അധികാരം കർത്താവിൻ്റെ കാലിനേൽപ്പിച്ചിരിക്കുന്നു. ഒന്നും നിങ്ങൾക്കൊരിക്കലും ഒരു ദോഷവും വരുത്തത്തില്ല. ഞാൻ ഈ ദൂതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ കേട്ടേ, ദൈവ മക്കൾക്ക് അവൻ്റെ ഇത് ദൈവത്തിൻ്റെ ശരീരമാണല്ലേ, കർത്താവിൻ്റെ ശരീരമാണിത്. ശരീരത്തിന് എല്ലാ അവയവങ്ങളുണ്ട്, എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയ അവയവങ്ങളാണ്. സ്തോത്രം, ഹല്ലേലൂയ. നമ്മുടെ നോട്ടത്തിനകത്ത് അഭിഷേകമുണ്ട്, നമ്മുടെ നാവിനകത്ത് തന്നെ ഉണ്ട് അധികാരമുണ്ട്, അഭിഷേകമുണ്ട്. നിൻ്റെ നാവെന്ന് പറയുന്നത് ഭയങ്കര ശക്തിയുള്ള ആയുധമാണ്. ഞാൻ പറയുന്നു, ദൈവം സൃഷ്ടിച്ച സകല സ്തോത്രം അവയവങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്ന ഒരു പ്രാധാന്യമുള്ള അവയവമാണ് കാല്. ചേർന്ന് പറഞ്ഞ്, കാലിനൊരു പ്രാധാന്യമുണ്ട്. കാലിനൊരു പ്രാധാന്യമുണ്ട്. കാലിന് ഇമ്പോർട്ടൻസ് ഉണ്ടോ? എന്താണ് ഇമ്പോർട്ടൻസ്? ഇപ്പോൾ ഈ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നു, ചിലതിനെയൊക്കെ ജയിക്കാൻ ചവിട്ടാനുള്ള അധികാരം എവിടെയുള്ളേ? ചിലതിനെയൊക്കെ ചവിട്ടി മെതിക്കാനുള്ളത് യോശുവയുടെ പുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുന്ന ഒരു വാക്കുണ്ട്. പഴയ നിയമത്തിൽ യോശുവയുടെ പുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുന്നു, സ്തോത്രം, നീ കാൽ വെക്കുന്ന ദേശം നിന്റെ ഉള്ളങ്കാൽ ചവിട്ടുന്നിടം എന്ന് പറഞ്ഞാൽ നിന്റെ കൈ വെക്കുന്ന, അത് വേറൊരർത്ഥത്തിലല്ല, കാല് വെക്കുന്നിടത്ത്. അതുകൊണ്ട് തന്നെ ഈ കാലിനാണ് ഭയങ്കര പ്രശ്നം വരാൻ പോണേ. നിന്റെ കാല് വെച്ചാൽ ബ്ലെസ്സിംഗ് ആണ്. പെട്ടകം ചുമന്ന, അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്, പെട്ടകം ചുമന്ന പുരോഹിതന്മാരുടെ കാൽ യോർദാന്റെ മേൽ പതിഞ്ഞപ്പോൾ ബൈബിൾ പഠിപ്പിക്കുന്നു, അതുവരെ ഉണ്ടായിരുന്ന യോർദാന്റെ ഒഴുക്കിനെ ദൈവം നിർത്തി. എന്ന് പറഞ്ഞാൽ നിന്റെ കാലിന് എന്തുണ്ടെന്നറിയാമോ? ഒരധികാരമുണ്ട്. സഭ ചേർന്ന് പറഞ്ഞാൽ എൻ്റെ കാലിന് എന്തുണ്ട്? അധികാരമുണ്ട്. ആ കാലെ ഇന്ന് പകൽക്കാലം നീ അഭിഷേകത്തോടെ ചിലടത്ത് കയറി നിന്നാൽ, അതുകൊണ്ടാണ് കർത്താവ് തന്നെ പറഞ്ഞത്, നീ ഒരു വീട്ടിനകത്ത് ചെന്ന് ചവിട്ടുമ്പോൾ ആ വീടും നിനക്ക് അനുഗ്രഹമായിരിക്കും. ഓ ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞ, തലയിൽ അഭിഷേകമുണ്ട്, കണ്ണിന്മേൽ അഭിഷേകമുണ്ട്, നാക്കിന്മേലുണ്ട്, കൈയുടെ മേലുണ്ട്, അപ്പോൾ തന്നെ നിൻ്റെ കാലിൻ്റെ മേലുണ്ട്. ഞാൻ പറയുന്നു, നീ കാലൊരു ദേശത്ത് ചവിട്ടുമ്പോൾ ദേശത്തിൻ്റെ അധികാരികൾ നിന്നെ നിങ്ങൾ ഗദരദേശത്ത് യേശു കാൽ വള്ളത്തിൽ നിന്നും കാലെടുത്ത് വെച്ചപ്പോൾ ആ വെച്ച എൻട്രി എന്താണെന്ന് മനസ്സിലാക്കി, ആ എന്തിനാണ് യേശു അവിടെ കയറുന്നെന്ന് മനസ്സിലാക്കി ആ ദേശത്തിൻ്റെ അധികാരി ഓടി വന്നത് കണ്ടോ? ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിൽ പറയുന്നു, നിന്റെ കാൽ വെക്കുന്നിടം അനുഗ്രഹമാണ്. ചേർന്ന് ഇന്നു മുതൽ ഈ ഒരു വെളിപ്പാട് അകത്ത് കയറിയിട്ടില്ലെങ്കിൽ ഇന്നു മുതൽ തിരിച്ചു ചെല്ലുമ്പോൾ വാ തുറന്ന് പറയണം, നീ കാല് വെക്കുന്നിടമെല്ലാം അനുഗ്രഹമാണ്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഞാൻ അന്നേരം നിങ്ങളായിട്ടൊന്നും വലിയ പരിചയം എനിക്കില്ല. ഞാൻ ഈ രാജ്യത്തോട്ട് ആദ്യമായിട്ട് വന്നവരോടെല്ലാം ഞാൻ പറഞ്ഞു, നീ ഫ്ലൈറ്റിൽ നിന്ന് ഭൂമിയിലേക്ക് കാലെടുത്ത് വെക്കുമ്പം നീ അയ്യോ ഡബ്ലിൻ സിറ്റി ഭയങ്കര ഭംഗിയുള്ള സിറ്റിയാണെന്നൊക്കെ പറഞ്ഞ് സിറ്റിയുടെ മനോഹരതയിൽ പോകാതെ നിന്റെ വാഗ്ദത്വമൊക്കെ പറഞ്ഞുകൊണ്ട് വേണം ഈ രാജ്യത്തിനകത്തോട്ട് നീ കാല് വെക്കാൻ. ഞാൻ കാല് വെക്കുന്നതോടെ എൻ്റെ അവകാശമാണ്. ഇന്ന് പകൽക്കാലം നീ അവകാശത്തോടെ കാലൊരിടത്ത് വെച്ചാൽ ആ വെക്കുന്നിടത്താണ് അനുഗ്രഹമുള്ളത്. അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിനകത്ത് ഒരു മനുഷ്യൻ, അമ്മയുടെ ഉദരം മുതൽ മുടന്തൻ, അവൻ നിരങ്ങി നടക്കുക. ഈ വാഗ്ദത്തത്തെ പ്രാപിക്കാൻ പറ്റാതെ നിരങ്ങി നടക്കുന്ന സ്തോത്രം ആ മുടന്തനായ മനുഷ്യൻ, അവൻ്റെ കാൽ ഉറച്ചു കഴിഞ്ഞപ്പം ബൈബിൾ പഠിപ്പിക്കുന്നു, അവൻ തുള്ളിയും ചാടിയും ആലയത്തിനകത്തേക്ക് പ്രവേശിച്ചു. എനിക്കറിയത്തില്ല കാലിൻ്റെ മേലൊരു അധികാരമുണ്ടെന്ന്. ഞാൻ ആത്മാവിൽ ഈ വാക്കിനെ നിങ്ങളുടെ മേൽ പ്രവചിക്കാം. നിങ്ങൾ ചെല്ലുന്ന ജോലിയിടത്ത്, നിങ്ങൾ ചെല്ലുന്ന വീട്ടിനകത്ത്, നിങ്ങൾ കാല് വെക്കുന്നിടത്ത് നിങ്ങൾ പോലും അറിയാൻ മേലാതെ നിങ്ങളുടെ മേലുള്ള ഒരു സ്വാധീനത്തെ അവിടെ ഇമ്പാർട്ട് ചെയ്യാൻ
സാധാരണക്കാരനായിട്ടാ പോകുന്നത്. റിജോ ഒരു സാധാരണക്കാരിയായിട്ടാണ് നിന്റെ ജോലി സ്ഥലത്തേക്ക് പോകുന്നത്. പക്ഷെ നീ അധികാരത്തോടെ കാലെടുത്ത് വെച്ചാൽ ഞാൻ വിശ്വസിക്കുന്നു നിന്റെ മേലുള്ള അഭിഷേകം നിനക്കവിടെ ഇമ്പാർട്ട് ചെയ്യാൻ പറ്റും, നിനക്കവിടെ ഉപയോഗിക്കാൻ പറ്റും. അതുവരെ മൂർഖനായിരുന്നു, അതുവരെയും പ്രതിസന്ധിയിൽ നിന്നിരുന്ന ചിലതിനെ ഒതുക്കാൻ ഓ യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ അഭിഷേകമുള്ളവൻ്റെ കാൽ, അഭിഷേകമുള്ളവൻ്റെ കാൽ, അഭിഷേകമുള്ളവൻ്റെ കാൽ ചിലയിടത്ത് പതിയപ്പെടുമ്പോൾ അവിടെ അധികാരങ്ങൾ ആമേൻ ആമേൻ അതുവരെ അവിടെ നിന്നിരുന്ന അധികാരങ്ങളെല്ലാം മാറി ദൈവം നിന്നെ അധികാരിയാക്കി മാറ്റാൻ. താങ്ക് യു ജീസസ്. ഇവിടെ എഴുതിയിരിക്കുന്നു പാമ്പിനെയും തേളിനെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടാനുള്ള അധികാരം, ചവിട്ടാനുള്ള അധികാരം, ചിലതിനെ ചവിട്ടാൻ. താങ്ക് യു ജീസസ്. ചിലതിനെ ചവിട്ടിയെടുക്കാനുള്ള അധികാരം ദൈവം നമുക്ക് തരുന്നു. സ്തോത്രം. ഞാൻ ഈ ഭാഗം കഴിഞ്ഞ ആഴ്ച ഞാൻ ജസ്റ്റ് ഒന്ന് ഓർപ്പിച്ച് പറഞ്ഞതാണ്. ഈ ഭാഗം എല്ലാവരോടും പറഞ്ഞ കാര്യമല്ല, ഇതെല്ലാവരോടും പറഞ്ഞ കാര്യമല്ല. പ്രത്യേകിച്ച് ലൂക്കോസിന് സുവിശേഷം 9-ാം അധ്യായവും 10-ാം അധ്യായവും പഠിക്കുമ്പോൾ നമ്മുടെ നോട്ടത്തിൽ രണ്ടും ഭയങ്കര സിമിലാരിറ്റിയുള്ള അധ്യായമാണെങ്കിലും രണ്ട് വ്യത്യസ്തമായ ഭാഗങ്ങൾ ഈ 9-ാം അധ്യായത്തിലും 10-ാം അധ്യായത്തിലും കാണുന്നത്. 10-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിച്ചു. 10-ാം അധ്യായം 1-ാമത്തെ വാക്യം. വേറെ 70 പേരെ നിയമിച്ചു. 9-ാം അധ്യായം 1-ാമത്തെ വാക്യം അതവിടെ നിൽക്കട്ടെ. 9-ന്റെ 1. അവൻ 12 അടുക്കൽ വിളിച്ചു. 12 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 12 പേർ. ഓക്കെ, പക്ഷേ യേശുവിൻ്റെ ശിഷ്യന്മാരെയാണ് അവിടെ കാണിക്കുന്നത്. 12 അവൻ അടുക്കൽ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു സകല ഭൂതങ്ങളുടെ മേലും സകല വ്യാധികളെ സൗഖ്യമാക്കുവാനും അവർക്ക് ശക്തിയും അധികാരവും കൊടുത്തു. അടുത്ത വാക്ക്, ദൈവരാജ്യം പ്രസംഗിക്കാനും രോഗികൾക്ക് സൗഖ്യം വരുത്തുവാനും അവരെ അയച്ചു. അപ്പൊ നോക്കിയേ, 12 പേരെ ദൈവം എന്ത് ചെയ്തു? അയച്ചു. ചേർന്ന് പറഞ്ഞ് 12 പേരെ ദൈവം അയച്ചു. എന്നിട്ട് 10-ാം അധ്യായം 1-ാമത്തെ വാക്യം, വേറെ 70 പേരെ അവൻ എന്ത് ചെയ്തു? നിയമിച്ചു. അവരെ അയക്കുക. എങ്ങനെ അയക്കുന്നേ? 70-നെ ഈ 2 പേരുള്ള 35 ഗ്രൂപ്പായിട്ട് അയക്കുക. അവിടെ അയക്കുക. ഞാനെന്താ പറഞ്ഞ, രണ്ടും ഭയങ്കര സിമിലാരിറ്റിയാണ്. 12 പേരെ അയച്ചു, വേറെ 70 പേരെ അയക്കുന്നു. എന്നിട്ട് ഈ അയച്ചവരോട് പറയുന്ന വാക്കുണ്ട്. ആദ്യം അയച്ചവരോട് പറഞ്ഞു, നിങ്ങൾ ഭൂതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, രോഗികളെ സൗഖ്യമാക്കണം, ദൈവരാജ്യം പ്രസംഗിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അങ്ങോട്ട് ചെയ്യണം. ഇതെല്ലാം നമ്മൾ അങ്ങോട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? 9-ാം അധ്യായത്തിൽ 12 പേരെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളെല്ലാം ഇത് അങ്ങോട്ട് കൊടുക്കാനുള്ളതാണ്. ശരിയല്ലേ? ഈ 2 വാക്യങ്ങൾ അപ്പുറം ഇപ്പുറമാക്കി ഇടാൻ പറ്റുമോ? ഇല്ലായിരിക്കും അല്ലേ? വേണ്ട, ഇനി അതിൻ്റെ പുറകെ പോകണ്ട. ശ്രദ്ധിച്ചേ. 9-ാം അധ്യായത്തിനകത്ത് 2-ാമത്തെ വാക്യം മോളെ ഒന്നുകൂടെ വായിച്ച, സ്റ്റെഫി ഒന്നുകൂടെ വായിച്ച ആ വാക്യം. ആമേൻ. അവരെ അയച്ചിട്ട് പറഞ്ഞു ഇത് ദൈവരാജ്യം പ്രസംഗിക്കണം. എങ്ങോട്ടുള്ളതാ? അങ്ങോട്ട് കൊടുക്കാനുള്ളതാ. രോഗികളെ സൗഖ്യമാക്കണം, ഇത് ഇവിടുന്ന് എന്ത് ചെയ്യാനുള്ളതാ? അങ്ങോട്ടത്തേക്കിനുള്ളതാ. ആമേൻ. ഭൂതങ്ങളെ സൗഖ്യമാക്കണം, അങ്ങോട്ടുള്ളതാ. അപ്പോൾ 9-ാം അധ്യായത്തിൽ 12 പേരെ അയച്ചത് ജനത്തിന് കൊടുക്കാൻ വേണ്ടിയാ. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ വിതയ്ക്കാൻ വേണ്ടി അയക്കപ്പെട്ടവർ. 10-ാം അധ്യായത്തിൽ 70 പേരെ അയച്ചിട്ട് പറഞ്ഞത് ആ 2-ാമത്തെ വാക്യം, 10-ന്റെ 2-ാമത്തെ വാക്യം. അയച്ചു. കൊയ്ത്ത് വളരെയുണ്ട്, സത്യം വേലക്കാരോ. അതുകൊണ്ട് എന്ത് ചെയ്യണം? നിങ്ങൾ നോക്കിയേ, ഈ 70 പേരെ അയച്ചിട്ട് പറയുകയാണ്, നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിനേക്കാളും വലിയ കൊയ്ത്ത് ഇവിടെ കിടക്കുക. കാരണം പുറകെ ആദ്യമേ പോയ ടീം അതുപോലെ വിതച്ചിട്ടിരിക്കുക. നിങ്ങൾക്ക് മനസ്സിലാവുന്നോ? ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ വചനത്തെ അങ്ങനെ തന്നെ പഠിക്കുക. ആദ്യം പോയ
ആ 12 പേർ ഭംഗിയായിട്ട് ദൈവരാജ്യം പ്രസംഗിച്ചു, ഭംഗിയായിട്ട് ദൈവരാജ്യത്തിൻ്റെ സാധ്യതകളെ പറഞ്ഞു, ഭംഗിയായിട്ട് ദൈവരാജ്യത്തിനകത്തുള്ള ഡെലിവറൻസുകളെ അവിടെ ചെയ്തു കഴിഞ്ഞപ്പോൾ ഒരു കൂട്ടത്തെ കൊയ്തെടുക്കാൻ വേണ്ടി പാകമായിട്ട് നിൽക്കുക. 70 പേരെ അയച്ചിട്ട് പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കണം, നിങ്ങളെ കൊണ്ട് മാത്രം കൊയ്തെടുക്കാൻ പറ്റുന്ന ഒരു വിളവ് നിലമല്ല ഇവിടെ കിടക്കുന്നത്. നിങ്ങൾ തലപൊക്കി നോക്കിക്കേ, ഇത് മുഴുവൻ കൊയ്ത്തിന് ഭാഗമായിട്ട് കിടക്കുകയാണ്. അതിന് കൊയ്ത്തിൻ്റെ യജമാനനോട് നിങ്ങൾ എന്ത് ചെയ്യണം? വീണ്ടും കൊയ്ത്തുകാരെ അയക്കേണ്ടതിന് അപേക്ഷിക്കണം, വീണ്ടും കൊയ്യാൻ വേലക്കാരെ അയക്കേണ്ടതിന് അപേക്ഷിക്കണം. കൃപയാൽ ഞാൻ പറയുന്നു, ഇത് 2000 വർഷങ്ങൾക്ക് മുമ്പ് തമ്പുരാൻ പറഞ്ഞതാണെങ്കിലും 2026 ഈ വചനത്തിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടിട്ടില്ല. അവിടെ പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, കൊയ്ത്തിൻ്റെ യജമാനനോട് തൻ്റെ കൊയ്ത്തിന് വേലക്കാരെ അയക്കാൻ അപേക്ഷിപ്പീൻ. ആ അപേക്ഷ കണ്ടിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവനാണ് ഞാൻ. ആ അപേക്ഷ കണ്ടിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവനാണ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും. ആ അപേക്ഷ കണ്ടിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഇതിനകത്തിരിക്കുന്ന ഓരോരുത്തരും. എന്ന് പറഞ്ഞാൽ 2026 ഞാൻ ആത്മാവിൽ ഈ വാക്കിനെ ദൈവസഭയുടെ മേൽ വെച്ച്, ഈ രാജ്യത്തിന് മേൽ വെച്ച് പറയാം. നീണ്ട വർഷങ്ങളായി തലപൊക്കി നോക്കിക്കേ, കൊയ്ത്തിന് ഭാഗമായി കിടക്കുന്ന വിളഞ്ഞു കിടക്കുന്നതിനെ കൊയ്തെടുപ്പാനുള്ള നിയോഗം എൻ്റെ മേൽ ഉണ്ടെന്ന് പറയാൻ പറ്റുന്നവർ ചേർന്ന് ആ കരങ്ങളൊക്കെ ഒന്ന് ഉയർത്തിക്കൊണ്ട് വാ തുറന്ന് പറഞ്ഞേ, 2026 ഞങ്ങൾ കൊയ്തെടുക്കും. ഞങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന, ഞങ്ങളുടെ മുമ്പിൽ കിടക്കുന്ന ഹാർവെസ്റ്റ് അതിന് ഞങ്ങൾ നഷ്ടമാക്കി കളയത്തില്ല. ഞാൻ വളരെ സാവകാശത്തിൽ 1, 2, 3 ഞായറാഴ്ച കൊണ്ട് ഞാൻ ഈ ഭാഗം ഇതിനകത്ത് കണ്ടിന്യൂസ് ആയിട്ട് കേൾക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ ഈ വചനത്താൽ അനുഗ്രഹിക്കപ്പെടും. അപ്പം നിങ്ങൾ നോക്കിക്കേ, കൊയ്ത്തിന് വേണ്ടി ആൾക്കാരെ കർത്താവ് സെലക്ട് ചെയ്യുന്നു. ഈ ആൾക്കാരോടാണ് നമ്മൾ ആദ്യം വായിച്ച വാക്യം 10:18 തൊട്ട് 20 വരെയുള്ള വാക്യം പറഞ്ഞത്. പാമ്പിനെയും തേളിനെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടാനുള്ള അധികാരം. ഇപ്പോഴും പിശാചിന് ഇഷ്ടപ്പെടാത്ത പരിപാടി എന്നാണെന്നറിയാമോ? കൊയ്ത്ത് ഇഷ്ടപ്പെടത്തില്ല. കൊയ്ത്ത് പുള്ളിക്കാരന് ഇഷ്ടമല്ല. കാരണം അത് അവൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്ന സംഭവമാണ്. താങ്ക് യു ജീസസ്. കൊയ്ത്ത് വരെ നിങ്ങൾ പൊക്കോ, നിങ്ങൾ വിതച്ചു, നിങ്ങൾ അതിനകത്ത് എന്തെങ്കിലും ചെയ്തു, നിങ്ങൾ എന്ത് പരിപാടി അതിനകത്ത് നിങ്ങൾ ചെയ്തു, വേണമെങ്കിൽ പുള്ളിക്കാരൻ കൈ തരും. പക്ഷേ കൊയ്യാൻ ഒരുവൻ എഴുന്നേറ്റു എന്ന് കേട്ടാൽ അതിൻ്റെ അർത്ഥം പിശാച് എന്ത് ചെയ്യത്തില്ല? അടങ്ങിയിരിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഈ 2026 ബൈബിൾ ഇങ്ങനെ പഠിപ്പിക്കുന്നു. എനിക്കൊന്ന് റോമാലേഖനത്തിനകത്തൊന്ന് ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ദൈവം എനിക്ക് വലിയതും വാതിൽ. അടുത്ത വാക്ക് എന്നാന്നറിയോ? വാതിൽ. ദൈവം എനിക്ക് വലിയതും സബലവുമായ. വാ തുറന്ന് പറഞ്ഞ ദൈവം എനിക്ക് വലുതും സബലവും. ഒന്നുകൂടെ ചേർന്ന് പറഞ്ഞ, ദൈവം തുറക്കുന്നത് വലുതായിരിക്കും. സബലം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഫ്രൂട്ട്ഫുൾ ആയിരിക്കും. അതിനകത്തെല്ലാം കാണും. ആ വാക്യം എടുക്കാൻ പറ്റുമോ? റോമാലേഖനം 15 16 ദൈവം എനിക്ക് വലുതും സബലവുമായ വാതിൽ തുറന്നിരിക്കുന്നു. ദൈവം എനിക്ക് വലുതും സബലവുമായ. എന്ത് സന്തോഷം ആ വാക്യം പറയാൻ. ദൈവം എനിക്ക് വലുതും. നിങ്ങൾ ഒന്നുകൂടെ പറഞ്ഞ, ദൈവം എനിക്ക് വലുതും സബലവുമായ വാതിൽ തുറന്നിരിക്കുന്നു. ആ വാക്യം ഇതിനകത്തുള്ളവരെല്ലാവരും കൂടെ പറയുന്നിടം വരെ ഞാൻ ഈ വാക്യം പറയിപ്പിച്ചുകൊണ്ടിരിക്കും. ദൈവം എനിക്ക് വലുതും സബലവുമായ വാതിൽ തുറന്നിരിക്കുന്നു. അടുത്ത വാക്ക് കിട്ടിയോ? വാക്യം കിട്ടിയോ? 16:9. 1 കൊരിന്ത്യർ 16:9. 1 കൊരിന്ത്യർ 16:9. ദൈവം എനിക്ക് വലുതും സബലവുമായ വാതിൽ. ഈ വാതിൽ തുറക്കുന്നവർ കാണേണ്ടത്, തുറന്നവരുടെ മുമ്പിൽ എന്നാ ഉണ്ടെന്നറിയാമോ? എതിരാളികളും പലരുണ്ട് എന്ന് പറഞ്ഞ് ആരും അതിനകത്തൂടെ കയറാൻ പോവാണോ? യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ഞാൻ ആവർത്തിച്ച് പറയുന്നു, വാതിൽ തുറന്നിരിക്കുന്നു, കൊയ്ത്തടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നീ ഒരു വലിയ നന്മ അനുഭവിക്കാൻ പോകുന്നു എന്നാണ്. എന്നാൽ ഈ നന്മ അനുഭവിക്കുന്നതിന് മുമ്പ്
അത് നിന്റെ കയ്യിൽ സ്വായത്തമാക്കാൻ സമ്മതിക്കാതെ വണ്ണം എതിരാളികൾ പലരുണ്ട്. അതിനെ ഈ ദിവസങ്ങളിൽ നമ്മൾ ജയിച്ച് മുന്നേറാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു. ഒന്നും കൂടെ ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്തേ. ഞാൻ വളരെ ശാന്തമായിട്ടാണ് ഈ വാക്കുകൾ ആമേൻ ദൈവസഭയോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന് ചേർന്ന് പറഞ്ഞാട്ടെ. ദൈവം തൻ്റെ മക്കളുടെ കൊയ്ത്തിനെ വെച്ചിരിക്കുന്നു. എബ്രായ ലേഖനം ഹോശിയ പ്രവചനം 6-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിനകത്ത് ഇങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്. 6-ാം അധ്യായം ഹോശിയ പ്രവചനം 6-ാം അധ്യായം. യഹൂദിയെ, നിന്റെ സ്ഥിതി മാറുമ്പോൾ, ഹോശിയ പ്രവചനം 6-ാം അധ്യായം 11-ാമത്തെ വാക്യം. യഹൂദിയെ, ഞാൻ എൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ നിനക്ക് എന്നാ ഉണ്ട്? ഒന്ന് പറഞ്ഞാൽ ദൈവം എൻ്റെ സ്ഥിതി മാറ്റും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കൊയ്യാനുള്ള ചിലതിനൊക്കെ ഈ ദൈവം എൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ എനിക്കൊരു കൊയ്ത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാമോ? ഈ കുഞ്ഞുങ്ങൾ, നമുക്കിപ്പോൾ ഇത്ര അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങൾ ഇപ്പം നമ്മുടെ കൂടെ ഉണ്ട്. അവർക്ക് നമ്മൾ കൊടുക്കുന്നത് വെറും ടോയും മറ്റു കാര്യങ്ങളൊക്കെ ഇപ്പം കയ്യിലോട്ട് കൊടുക്കുന്നത്. വിലയേറിയ നിങ്ങളുടെ കയ്യിൽ നല്ലൊരു വിലയേറിയ വജ്രം ഉണ്ടെന്നിരിക്കട്ടെ സാജൻ ബ്രദറെ. മോള് പക്വതയുണ്ട്, 11 വയസ്സായി എന്നൊക്കെ സാജൻ ബ്രദർ പറഞ്ഞാലും സാജൻ ബ്രദർ പറയുകയാണ്, മോളെ കൈക്കെടുത്തിട്ട് പറഞ്ഞു, മോളെ ഞാൻ ഇന്ന് സിറ്റി വരെയൊക്കെ ഇന്ന് പോകുക, നീ ഇത് വീട്ടിൽ കൊണ്ടുപോക്കോ എന്ന് പറഞ്ഞ് വളരെ മൂല്യമുള്ളൊരു സാധനം ഇപ്പം കൊടുത്തു വിടാൻ പറ്റുമോ? കാരണം എന്നാണെന്നറിയാം, എൻ്റെ മോളാണ്. പക്ഷേ അവൾക്ക് അതിനെ പ്രാപിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇവൾക്ക് ഇതിനെ സൂക്ഷിക്കുമോ എന്ന് ഒരപ്പന് തിരിച്ചറിയുന്നൊരു സമയമുണ്ട്. എൻ്റെ ചെറുപ്പത്തിലൊക്കെ നാട്ടിൽ നിന്നും ബസ് കയറി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോഴത്തേന് ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട്, വണ്ടിക്കൂലി ഒരു നേരത്തേനുള്ള വണ്ടിക്കൂലി പോക്കറ്റിൽ തരും. തിരിച്ച് പോകാനുള്ള വണ്ടിക്കൂലി എന്ത് ചെയ്യുന്നറിയാമോ? പാൻസിൻ്റെ പോക്കറ്റിൽ ഇട്ടിട്ട് അമ്മ, ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ട്, ഇവിടെ ഒരു സേഫ്റ്റി പിന്നും കൂടെ കുത്തിയിടും, ചാടി പോകാതിരിക്കാൻ വേണ്ടി. അത്രയ്ക്ക് വിശ്വാസം. പോകുമെന്നറിയാം, പക്ഷേ ഇത് കീപ്പ് ചെയ്യുമോയെന്ന് അവൻ അറിയത്തില്ല. ഹലോ, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് നിങ്ങൾ പലതും ചോദിച്ചിട്ട്, കുഞ്ഞുങ്ങളെ നിങ്ങൾ പലതും ചോദിച്ചിട്ട് നിങ്ങളുടെ പേരൻസ് തരാത്തതിൻ്റെ കാരണം എന്നാണെന്നറിയാമോ? സ്തോത്രം. നിങ്ങളതെങ്ങനെ നന്നായി ഉപയോഗിക്കുമെന്ന് നിൻ്റെ അപ്പനും അമ്മയ്ക്കും ബോധ്യമാകുന്നിടം വരെ. ആമേൻ, ആമേൻ. ഇവരൊരു മാർക്കറ്റിലേക്ക് പോയി, ഇവരൊരു മാർക്കറ്റിലേക്ക് ചെന്നു. ആ മാർക്കറ്റ് ചെല്ലുമ്പോൾ നല്ല മനോഹരമായിരിക്കുന്ന നല്ല കവറിങ്ങിനകത്ത്, നല്ല സൂപ്പറായിരിക്കുന്ന കവറിനകത്ത് പോയിസൺ ഇരിക്കുക. ഇവർക്ക് വായിക്കാനൊന്നും അറിയത്തില്ല, ഇവർക്ക് ഒറ്റ ബഹളമുള്ളൂ, എനിക്ക് എന്ത് വേണം? ആ കവറിൻ്റെ മനോഹരത കണ്ടിട്ട് ആ പോയിസൺ ചോദിച്ചാൽ ഏതപ്പനാ കൊടുക്കുന്നേ? ഏതമ്മയാ വാങ്ങിക്കൊടുക്കുന്നേ? നല്ല വെട്ടി മിന്നി മിളങ്ങുന്ന നല്ല നൈഫ് കണ്ടാൽ ആരാ വാങ്ങിച്ചു കൊടുക്കുന്നേ? ഇത് ഉപയോഗിക്കാൻ പറ്റുമോ എന്നറിഞ്ഞിട്ടേ അപ്പൻ കൊടുക്കത്തുള്ളൂ. ഇവിടെ ബൈബിൾ പഠിപ്പിക്കുന്നു, യഹൂദിയെ, നിന്റെ സ്ഥിതി മാറുമ്പോൾ ഇതിനെ നിനക്ക് പ്രാപിക്കാൻ പറ്റുമെന്ന് എനിക്ക് ബോധ്യം വന്നാൽ അന്നേരം നിന്റെ കൈക്കകത്ത് ഞാനൊരു കൊയ്ത്തിനെ തരും. ഓ ഹല്ലേലൂയ. ചേർന്ന കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിനൊന്ന് സ്തോത്രം ചെയ്തേ. നിങ്ങളത് കേൾക്കുന്നില്ല. എനിക്കിതിനെ താങ്ങാൻ പറ്റും, എനിക്കിതിനെ സ്വീകരിക്കാൻ പറ്റും, എനിക്ക് ഈ അഭിഷേകത്തെ പിടിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റും, എനിക്ക് ഈ മേഖലയെ ജയിക്കാൻ പറ്റുമെന്ന് ദൈവത്തിന് നിന്നെ കാണാൻ തോന്നിയാൽ, ദൈവത്തിന് നിന്നെ പരീക്ഷിച്ചിട്ട് കാണാൻ തോന്നിയാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിന്റെ കൊയ്ത്തിൻ്റെ സീസണാണ്. ഇന്ന് പകൽ വിശ്വസിക്കാമെങ്കിൽ വാ തുറന്ന് പറ, ദൈവമേ, എന്നെ അങ്ങയുടെ പദ്ധതിക്കനുസരിച്ചൊന്ന് പണിത് പുറത്തെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സഭയ്ക്കായി. സ്തോത്രം. ഞാൻ ഈ കഴിഞ്ഞ മാസങ്ങളിൽ പറഞ്ഞ 3 വാക്കുകൾ ഞാൻ കഴിഞ്ഞ മാസങ്ങളിൽ ഞാൻ ഇവിടെയൊക്കെ പറഞ്ഞിരുന്നു. കർത്താവിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ദൈവസഭ മനസ്സിലാക്കണം 3 കാര്യങ്ങൾ. സ്പിരിച്വൽ അതോറിറ്റിയെ പറ്റി മനസ്സിലാക്കണം, സ്പിരിച്വൽ വിസ്ഡത്തെ പറ്റി മനസ്സിലാക്കണം, സ്പിരിച്വൽ ഈ വാർഫയർ. ഈ 3 കാര്യമാണ് ഒരുവനെ കൊയ്ത്തിലേക്ക് നയിക്കുന്നത്. ഒന്നുകൂടെ ചേർന്ന് പറഞ്ഞ്, ആത്മീയാധികാരം, സ്പിരിച്വൽ അതോറിറ്റി. നമ്മുടെ മേലൊരു സ്പിരിച്വൽ അതോറിറ്റി ഉണ്ട്. ആമേൻ. സ്പിരിച്വൽ അതോറിറ്റി ഉണ്ട്, സ്പിരിച്വൽ വിസ്ഡം ഉണ്ട്. ചേർന്ന് പറഞ്ഞ സ്പിരിച്വൽ വിസ്ഡം. ഒരു കാര്യം കണ്ടാൽ, ഒരു സാധനം കണ്ടാൽ ഇതാണെന്ന് മനസ്സിലാക്കാൻ. അത്തി തളിർത്താൽ നമ്മൾ പറയും സമ്മറായെന്ന് നമ്മൾ പറയും.
പക്ഷേ ഇത് തളിർക്കുമ്പോൾ ആമേൻ യഹൂദൻ മനസ്സിലാക്കേണ്ടത്, അത്തി തളിർക്കുമ്പോൾ വേരലടുത്തു എന്നല്ല മനസ്സിലാക്കേണ്ടത്. ഇതിനകത്തൊരു പ്രോഫസി കിടപ്പുണ്ട്. യഹൂദന്മാരായ ഞങ്ങൾ വീണ്ടും ഒന്നിച്ചു കൂടാൻ പോകുന്നു എന്ന് എല്ലാത്തിനെയും ആത്മീയമായ നിലയിൽ ചിലതിനെ കാണാൻ തയ്യാറാകണം. ഓ റാബ ശാന്തര, നിങ്ങൾക്കിത് മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ സ്പിരിച്വൽ ലൈഫ് എന്ന് പറയുന്നത് ഒരു യുദ്ധഭൂമിക്കകത്തുള്ളതാണ്. എല്ലാ രോഗവും രോഗത്തിൻ്റെ ലക്ഷണങ്ങളും എന്താ ആ രോഗാണു മുഖാന്തരം വരുന്നതല്ലായിരിക്കാം എല്ലാം. അതിനെ നമ്മൾ തിരിച്ചറിയുക. നിരന്തരമായി ഒരേ കാര്യം തന്നെ നമ്മുടെ വീട്ടിനകത്ത് വന്നാൽ, കഴിഞ്ഞ ദിവസം നമ്മുടെ ദൈവദാസന്മാരുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരേ പ്രശ്നങ്ങൾ ഒന്നോ രണ്ടോ അതിലധികമോ പ്രാവശ്യം വന്നാൽ നമ്മൾ അതിനെക്കുറിച്ച് ഒന്ന് ശ്രദ്ധിച്ചോണം. ഒരേ വിഷയം യേശുവിൻ്റെ നാമത്തിൽ. എന്താ അതിനകത്ത് പറയേണ്ട കാര്യം? ഒരു ഫിനാൻഷ്യൽ ബുദ്ധിമുട്ട് ഒരേ രീതിയിൽ വന്നാൽ നമ്മൾ അതിനകത്ത് ശ്രദ്ധിക്കുക. പല വീട്ടിനകത്ത് ചില അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ. അബോർഷൻ ഒരേ സമയത്ത് പല സമയങ്ങളിൽ ഒരേ ലൈഫിനകത്ത് വരുമ്പോൾ അതിനെ ഓർക്കുക, ഇത് ഏറെ എന്തോ കാരണമാണ്. ഒരേ രോഗം വീണ്ടും 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 വരുമ്പോൾ നമ്മൾ അതിനെ രോഗത്തിൻ്റെ ലിസ്റ്റിനകത്ത് തന്നെ കാണുക. അപ്പോൾ തന്നെ നിന്റെ ആത്മീയ കണ്ണ് തുറന്ന് സ്പിരിച്വൽ വിസ്ഡത്തിനകത്ത് ചിലതിനെ കാണാൻ തയ്യാറാകണം. ഈ 2026 ദൈവജനം ഒന്ന് പ്രാർത്ഥിച്ച, കർത്താവേ ഒരു സ്പിരിച്വൽ വിസ്ഡത്തെ എൻ്റെ മേലൊന്ന് വീഴ്ത്തണേ. സ്പിരിച്വൽ വിസ്ഡം നമ്മുടെ മേലൊന്ന് വീഴണമേ. സ്പിരിച്വൽ അതോറിറ്റി എൻ്റെ മേലൊന്ന് തരണമേ. സ്പിരിച്വൽ വാർഫെയർ എന്താണെന്ന് മനസ്സിലാക്കാൻ. ചില കാര്യത്തിന് എത്ര മെഡിസിൻ കഴിച്ചാലും ചിലപ്പോൾ സൗഖ്യമാകത്തില്ല. എന്നാൽ ആത്മീയ യുദ്ധം ചെയ്യാൻ തയ്യാറാണെങ്കിൽ ആ മേഖലയിൽ വലിയ വിജയങ്ങളെ നമുക്ക് പ്രാപിക്കാൻ പറ്റും. ആത്മീയ യുദ്ധം ചെയ്യാൻ തയ്യാറാകണം. ആമേൻ, ആമേൻ, ആമേൻ. സാത്താൻ മിന്നൽ പോലെ ആകാശത്തുനിന്നും വീഴുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത് പാമ്പ് പോലെ താഴോട്ട് വീഴുന്നത് നമ്മുടെ ലിറ്ററലി കണ്ണിന് കാണാൻ പറ്റത്തില്ല. സ്പിരിച്വൽ ഐസിൽ ഇത് ഓപ്പൺ ആകണം. ഒന്ന് ചേർന്ന് പറഞ്ഞ്, ഞാനും പ്രാർത്ഥിക്കും, കർത്താവേ എൻ്റെ ആത്മീയ കണ്ണൊന്ന് തുറക്കണേ, എൻ്റെ ആത്മീയ കണ്ണൊന്ന് തുറക്കാനുള്ള കൃപ എൻ്റെ മേൽ പകരണമേ എന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവർക്കായിട്ട് സ്തോത്രം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ആ വായിച്ച ഭാഗത്തേക്ക് വരാം. ലൂക്കോസിന് സുവിശേഷം 9-ാം അധ്യായം. ലൂക്കോസിന് സുവിശേഷം 9-ാം അധ്യായം ശരിക്കും പറഞ്ഞാൽ വിതയ്ക്കുന്ന അധ്യായമാണ്. വിതയ്ക്കുന്നതാണ്, അങ്ങോട്ട് കൊടുക്കുന്നതാണ്, അങ്ങോട്ടിടുന്നതാണ്. 2025 വരെ ലൂക്കോസ് 9 നമ്മൾ സ്റ്റക്കായി നിന്നേ. നമ്മൾ ഉപവസിച്ചു, നമ്മൾ അങ്ങോട്ട് വിതച്ചു, നമ്മൾ പ്രാർത്ഥിച്ചു, നമ്മൾ അങ്ങോട്ട് വിതച്ചു, നമ്മൾ ഉപവാസ പ്രാർത്ഥനകൾ നടത്തി, അങ്ങോട്ട് വിതച്ചു, ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒറ്റയ്ക്കിരുന്ന് നിലവിളിച്ചു, കണ്ണുനീരോടെ നിലവിളിച്ചു. ഇതെല്ലാം അങ്ങോട്ട് വിതച്ചതാണ്. പക്ഷെ 10-ാം അധ്യായം തമ്പുരാൻ പറയുന്നു, വിതച്ചതിനെയൊക്കെ തിരിച്ചു പിടിക്കാൻ. അത് വിതച്ചത് 1 മണിയായിരിക്കാം, പക്ഷെ 100 തിരിച്ചു പിടിക്കാൻ, 10 മടങ്ങായിട്ട് തിരിച്ചു പിടിക്കാനുള്ള അധികാരത്തെ ദൈവം നിന്റെ മേൽ ആക്കി വെക്കുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാമെങ്കിൽ ആ വായുകളെല്ലാം തുറന്നു പറഞ്ഞ്, ദൈവസഭയ്ക്ക് ഒരു കൊയ്ത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഈ 31-ാം തീയതി രാത്രി മുതൽ ഞാൻ പറയുന്നൊരു വാക്കുണ്ട്, ഈ വർഷം നമ്മുടെ കൊയ്ത്തിൻ്റെ സീസണാണ്. നിങ്ങൾക്ക് വാ തുറന്ന് പറയാമെങ്കിൽ ആ വാ തുറന്ന് പറഞ്ഞ്, ഇതെൻ്റെ ഹാർവസ്റ്റിൻ്റെ സീസണാണ്, ഇതെൻ്റെ ഹാർവസ്റ്റിൻ്റെ സീസണാണ്, ഇതെൻ്റെ ഹാർവസ്റ്റിൻ്റെ സീസണാണ്. ചേർന്ന് പറഞ്ഞ്, ഇതെൻ്റെ ഹാർവസ്റ്റിൻ്റെ സീസണാണ്. നീ ഉപവസിച്ചതോ നീ പ്രാർത്ഥിച്ചതെല്ലാം തിരിച്ചു പിടിക്കുന്ന സമയം. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, ചിലതെല്ലാം ഈ ചിലതിനെല്ലാം അങ്ങ് ദൈവത്തിന് നന്ദി പറയണം. എനിക്കറിയത്തില്ല, കർത്താവ് അങ്ങനെ എൻ്റെ അകത്ത് പറയുക, എൻ്റെ ലൈഫിൽ സംഭവിച്ചതിനെല്ലാം ദൈവമേ ഒന്ന് പറയാം, കർത്താവേ നന്ദി, കർത്താവേ നന്ദി, കർത്താവേ നന്ദി. ഒന്ന് പറഞ്ഞ, കർത്താവേ നന്ദി, കർത്താവേ നന്ദി, താങ്ക് യു ജീസസ്. ദൈവത്തിന് നിന്നെ ചിലതൊക്കെ ആക്കി മാറ്റാൻ, ദൈവത്തിന് ചിലതൊക്കെ നിന്നെ ആക്കി മാറ്റാൻ. നിങ്ങൾക്കറിയാമോ, ഈ യാക്കോബ് ഇസ്രായേലാകും നമ്മൾ പാട്ട് പാടി. യാക്കോബ് ഇസ്രായേലാവും. യാക്കോബ് ഇസ്രായേലായപ്പം യാക്കോബിൻ്റെ ലൈഫിനകത്ത് സംഭവിച്ചൊരു കാര്യമുണ്ട്, അറിയാമോ?
യാക്കോബ് ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ, യാക്കോബ് എന്ന് പറയുന്ന ഒരു വ്യക്തി, ഇസ്രായേലായി എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രമായി മാറി. ഒരാൾ ഒരു രാഷ്ട്രമായി മാറി. അത് ഭയങ്കര ഹാപ്പിയാണ്. പക്ഷേ യാക്കോബിൻ്റെ പേഴ്സണൽ ലൈഫിനകത്ത് വന്നൊരു ചേഞ്ചസ് ഉണ്ട്. യാക്കോബ് താൻ സമ്പാദിച്ചതെല്ലാമായിട്ട് തിരികെ അപ്പൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ യാബോക്ക് എന്ന് പറയുന്നൊരു കടവിൽ ചെന്നു. അറിയത്തില്ലേ? അവിടെ വെച്ച് തനിക്കുള്ളതെല്ലാം അക്കരെ കടത്തിയിട്ട് ആ കടവിൽ യാക്കോബ് ദൂതനുമായിട്ട് എന്ത് ചെയ്തു? മല്ല് പിടിച്ചു. സൂര്യൻ ഉദിക്കുന്നു, അടുത്ത പകലാകുന്നു എന്ന് കണ്ടിട്ട് ദൂതൻ സ്തോത്രം യാക്കോബിനെ വിടുന്ന സമയത്ത് ദൂതൻ എന്ത് ചെയ്തെന്നറിയാമോ? അവൻ്റെ തുടയുടെ ഇവിടെ ഒന്ന് തൊട്ടു. ബൈബിൾ പഠിപ്പിക്കുന്നു അതുമുതൽ അവൻ എങ്ങനെയാണ് നടന്നത്? അവൻ്റെ തുട എന്ത് ചെയ്യുന്ന എഴുതിയിരിക്കുന്നേ? ഉളുക്കിപ്പോയി. നിങ്ങൾ നോക്കിയേ, അതുവരെ നല്ല മര്യാദയ്ക്ക് നടന്നവൻ ഇപ്പോൾ ഉളുക്ക് പിടിച്ചോണ്ടാ നടക്കുന്നേ. പക്ഷെ ഞാൻ ആ വാക്കിനെ പറയും, ആ ഉളുക്ക് അവൻ്റെ ലൈഫിനെ തിരിച്ചതായിരുന്നു. നിങ്ങൾ കേട്ടില്ല. ആ ഉളുക്ക് അതിൻ്റെ ഇംഗ്ലീഷ് വേർഡ് എനിക്കറിയത്തില്ല. ആ ഉളുക്ക് സ്പ്രെയിനായ കാലുകൊണ്ട് ഇവൻ നടക്കുക, അടുത്ത സ്റ്റെപ്പ് നടക്കുക. അവൻ നടന്നു കയറുന്നത് എങ്ങോട്ടാണെന്നറിയാമോ? ഒരു രാഷ്ട്രമായിട്ടാണ് കയറുന്നത്. ഇന്ന് പകൽ ആരാ ഇത് മനസ്സിലാക്കുന്നേ? ചില വേദന വന്നത്, ചില നിരാശ വന്നത്, ചില സങ്കടം വന്നത് നിന്നെ അങ്ങനെ തന്നെ ഇരുത്താനല്ലെന്ന്. നിങ്ങൾക്ക് ആമേൻ പറയാമെങ്കിൽ അതിനാൽ ആമേൻ പറ. ഇതൊരു സീസണിൻ്റെ തുടക്കമാണ്. യാക്കോബേ, നിന്നെ ഒരു സീസൺ കഴിഞ്ഞ് നീ അടുത്ത സീസണിലേക്ക് കയറുന്നു എന്നതിൻ്റെ തുടക്കമാണ് ഈ ഉളുക്ക്. നിങ്ങളുടെ ലൈഫുമായിട്ടൊന്ന് ബന്ധപ്പെട്ട് എങ്ങും ഇല്ലാത്ത ആ ഉളുക്ക് നിന്റെ ലൈഫിനകത്ത് വന്നാൽ അതുവരെ യാക്കോബ് എങ്ങനെയാണ് നടന്നേ? ഒറ്റയ്ക്കാണ് നടക്കുന്നത്. അവൻ നേടിയ കുറേ സാധനമൊക്കെ ആയിട്ട് നടക്കുക. പക്ഷെ ദൈവം നിന്നെ വിളിച്ചത് ഇസ്രായേലായിട്ടാണ്. ദൈവം നിന്നെ വിളിച്ചതെങ്കിൽ, യാക്കോബ് ഇസ്രായേലായിട്ടാണ് ദൈവം വിളിച്ചതെങ്കിൽ, ഇസ്രായേൽ ആകുന്നതിന് മുമ്പ് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നിന്നെ ഇസ്രായേൽ ആക്കണം. ഞാൻ വിശ്വസിക്കുന്നു ആ ഉളുക്ക് അവൻ്റെ ലൈഫിനെ തിരിച്ചെങ്കിൽ ഇന്ന് പകൽ വിശ്വസിക്കാമെങ്കിൽ വാ തുറന്ന്, ആ വായികളെല്ലാം തുറന്ന് കരങ്ങളൊക്കെ ഒന്ന് ചേർത്ത് ഒരു മിനിറ്റ് നടിച്ചുകൊണ്ട് പറ, ചിലതെല്ലാം എൻ്റെ ലൈഫിനകത്ത് നന്മയ്ക്കായി, ചില നഷ്ടങ്ങൾ വന്നതും നന്മയ്ക്കായി, ചിലരെന്നെ വിട്ടു മാറിയതും നന്മയ്ക്കായി, ചിലതൊക്കെ എന്നോട് ചേർന്ന് വന്നതും നന്മയ്ക്കായി, ചില വേദനകൾ ജീവിതത്തിൽ വന്നതും നന്മയ്ക്കായി. ഇതിനെ സ്പിരിച്വൽ വിസ്ഡത്തിൽ നീ അത് കണ്ടേ. സ്പിരിച്വൽ വിസ്ഡത്തിൽ കാണും ബ്രദറെ. ഞാനിത് പറയുന്നത് മനസ്സിലാവുന്നു? നിങ്ങൾ ഈ വാക്കിനെ അങ്ങനെ തന്നെ ഒന്ന് സ്വീകരിക്കാൻ പറ്റുമോ? ഒരു കൊയ്ത്തുണ്ടെന്ന് പറഞ്ഞു. ഒരു കൊയ്ത്തുണ്ട്. അതിനുവേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, യഹൂദയോട് പറയുകയാണ്, ഹോശേയ പ്രവചനം 6:11, യഹൂദയെ, ഞാൻ നിന്റെ സ്ഥിതി എന്ത് ചെയ്യും എന്ന് വെച്ചാൽ നിനക്കൊരു ചേഞ്ച് ചെയ്യാൻ തരും. അതെന്തിൻ്റെ അടയാളമായിരിക്കും? നിന്റെ സ്ഥിതി ഞാൻ മാറ്റും. യഹൂദയെ, ഇപ്പം നിനക്ക് കൊയ്യാൻ പറ്റത്തില്ല, പക്ഷെ നിന്റെ സിറ്റുവേഷൻ ചേഞ്ച് ആവും. യാക്കോബേ, നീ നടന്നു വന്നതുപോലെ അല്ല അക്കരയിലോട്ട് കയറാൻ പോകുന്നേ. ഇപ്പം എങ്ങനെ നടക്കാൻ പോകുന്നേ? സ്പ്രെയിനായ കാലുകൊണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവുന്നു? പിന്നെ അവൻ നടന്ന് കയറിയത് എങ്ങോട്ടാണെന്നറിയാമോ? ഒരു രാജ്യമായിട്ടാണ് നടന്ന് കയറിയേ. നിങ്ങൾ ആ കരങ്ങളൊന്നും ഉയർത്തി. ഞാനിത് പറയുന്നത് ഈ ഒരു സെൻസിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നു. അതുവരെ അവൻ ഒറ്റയ്ക്കാണ് നടന്നേ. അതിനുശേഷം അവൻ നടന്നു കയറിയത് ഒരു രാജ്യമായിട്ടാണ്. ഒരു രാജ്യമാക്കാൻ ഞാൻ വിശ്വസിക്കുന്നു. ഈ പട്ടണത്തിനകത്തും നിനക്കൊരു സ്പ്രെയിൻ വന്നത്, ഈ പട്ടണത്തിനകത്തും നിനക്കൊരു വേദന വന്നത് ഇവിടെ നിന്നെ എക്സ്റ്റാബ്ലിഷ് ചെയ്യാനാണെന്ന് ഞാൻ കേട്ടൊരു ദൂതാണ്. 2026 നിന്നെ എക്സ്റ്റാബ്ലിഷ് ചെയ്യാനാണ്. 25 അവസാന സമയങ്ങളിൽ നീ വേദനിച്ചതെന്ന് പറഞ്ഞാൽ അതിന് ആമേൻ പറയാൻ പറ്റുന്നവരുണ്ടെങ്കിൽ വായുകളെല്ലാം തുറന്ന് കരങ്ങളൊക്കെ ഒന്ന് അടിച്ച് ഒരാമേൻ പറഞ്ഞതിനെ സ്വീകരിച്ച്. നീ പ്രതീക്ഷിക്കാത്ത വേദന വന്നത് 26 നിന്നെ ഒന്ന് പുറത്തു കൊണ്ടുവരാനാണ്. നീ പ്രതീക്ഷിക്കാത്ത നിരാശ വന്നത് 26 നിന്നെ എക്സ്റ്റാബ്ലിഷ് ചെയ്യാനാണ്.
ചേർന്ന് പറഞ്ഞേ, എൻ്റെ മിനിസ്ട്രിക്കകത്ത് ഞാൻ മാറ്റം കാണും, എൻ്റെ ചർച്ചിനകത്ത് ഞാൻ മാറ്റം കാണും, എൻ്റെ ലൈഫ് സ്റ്റൈലിൽ ഞാൻ മാറ്റം കാണും, എൻ്റെ നടപ്പിലും ഇരിപ്പിലും എല്ലാം ഞാൻ മാറ്റം കാണും. ഇത് എക്സ്റ്റാബ്ലിഷ് ആകുന്ന വർഷം. 2025 ഒരു സ്പ്രെയിൻ നിനക്ക് വന്നത്, 2025 ഒരു ചെറിയ ഉളുക്ക് നിന്റെ ലൈഫിൽ വന്നത്, 2025 ആ വേദന നിന്നെ തൊട്ടത് എന്തിനാണെന്നറിയാമോ? 26 നിന്നെ ഒരു രാഷ്ട്രമാക്കി മാറ്റാൻ. റാക്കറ്റേമിയ സൈറ്റ പ്രബന ജാൽവർജനെ. ഓ ജീസസ്. ആമേൻ, 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 ആമേൻ. കർത്താവിന് നന്ദി പറഞ്ഞ കർത്താവ് എല്ലാത്തിനായിട്ട് നന്ദി. 2025 കയറിയപ്പോൾ നീ സങ്കടത്തോടെയല്ല നീ പറഞ്ഞ കർത്താവ്, എനിക്ക് വന്ന നഷ്ടം, എനിക്ക് വന്ന സ്പ്രെയിൻ, എനിക്ക് വന്ന ആ പ്രയാസം. പക്ഷെ കർത്താവ് പറയുന്നേടാ, എനിക്ക് നിന്നെ രാഷ്ട്രമാക്കാൻ ഇതേ പറ്റത്തുള്ളൂ. എനിക്ക് നിന്നെ. അവിടുന്ന് അവൻ യാബോക്കിൻ്റെ കടവിൽ നിന്ന് അവൻ നടന്നു കയറിയത് വലിയ രാഷ്ട്രമായിട്ട് അവൻ കയറുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നു? വലിയ രാഷ്ട്രമായിട്ട് അവൻ കയറുന്നത്. അങ്ങനെയാണെങ്കിൽ ചേർന്ന് പറഞ്ഞേ 25 നിന്ന് 26 നടന്ന് കയറുന്നത് നീ എന്തായിരിക്കും എന്നറിയാവോ? നമ്മുടെ നാട്ടിലെ പിള്ളേർ പറഞ്ഞത് നീ ഒരു വലിയ സംഭവമാകും എന്നൊക്കെ പറയുന്നില്ലേ? എന്ന് പറഞ്ഞ പോലെ നീ ഒരു രാഷ്ട്രമാകും. നിനക്ക് പറയാൻ പറ്റുമെങ്കിൽ പറ, നീ ഒരു രാഷ്ട്രമാകും. നീ ഒറ്റയ്ക്കാകത്തില്ല, നീ ഒരു വലിയ സംഭവമാകും യേശുവിൻ്റെ നാമത്തിൽ. എനിക്ക് പിള്ളേർ പറയുന്ന ചില വാക്കുകളൊക്കെ എനിക്ക് എടുത്തു പറയാൻ. നീ ഒരു സംഭവമാകും യേശുവിൻ്റെ നാമത്തിൽ. ചേർന്ന് പറഞ്ഞ് 2025 വന്ന സ്പ്രെയിൻ, 2025 വന്ന ആ വേദന, നീ ആ വേദനയോടുകൂടി 26 നിൽക്കത്തില്ല. നിന്നെ എക്സ്റ്റാബ്ലിഷ് ചെയ്യാൻ, യാക്കോബയും നിന്നെ രാജമാക്കി മാറ്റണമെങ്കിൽ എനിക്ക് നിന്നെ ഇങ്ങനെ കൊണ്ടുപോയാലേ പറ്റത്തുള്ളൂ. ചിലതിനെയൊക്കെ മാറ്റി, ചിലതിനെയൊക്കെ ചേർത്ത് നിർത്തി, ചിലതൊക്കെ നിന്റെ ലൈഫിനകത്ത് തന്ന് നീ നേടിയതിനെ മുഴുവൻ നീ അക്കരയ്ക്ക് കടത്തിയിട്ട് നിന്നെ ഒറ്റയ്ക്ക് എനിക്ക് ഇവിടെ കിട്ടണം, എനിക്ക് നിന്നെ ഇവിടെ ഒറ്റയ്ക്ക് കിട്ടണം. എന്തിനാണെന്നറിയാമോ? എനിക്ക് നിന്നോടുള്ള എൻ്റെ നിയമത്തെ ഉറപ്പിച്ച് നിർത്താൻ. നിന്നെ നീ നേടിയതിനെയല്ല, കഴിഞ്ഞ 28 വർഷമായി നീ നേടിയതിനെല്ലാം അക്കരെ കടത്തി എനിക്കും നിന്നെ ഇവിടെ ഒറ്റയ്ക്ക് കിട്ടണം. എന്തിനാ യാക്കോബേ എനിക്ക് നിന്നെ ഒറ്റയ്ക്ക് കിട്ടേണ്ടത്? ഞാൻ നിന്നോട് പറഞ്ഞ, നിന്റെ ചെവിയിൽ ഞാൻ നിന്നോട് പറഞ്ഞ, നിന്റെ അപ്പനോടും അമ്മയോടും പറഞ്ഞ, നീ ജനിച്ചപ്പോ പറഞ്ഞ വാക്കൊക്കെ നിവർത്തീകരിക്കാൻ എനിക്ക് യാബോക്കിന്റെ കടവിൽ നിന്നെ ഒറ്റയ്ക്ക് കിട്ടണം. Oh, Yeshua. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. Barabakatama shaida prabana labhana regajanagasya. യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. നീ ഒറ്റയ്ക്കല്ല. യാബോക്കിന്റെ കടവ് നിന്റെ സിറ്റുവേഷനെ ചേഞ്ച് ചെയ്യും. ഞാനത് വിശ്വസിക്കുന്നു, ഞാനത് ആത്മാവിൽ കണ്ടുകൊണ്ട് അതങ്ങനെ പ്രവചിക്കുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിനെ ആമേൻ പറയാമെങ്കിൽ പറ. ഈ 2025 ആ സ്പ്രെയിൻ വന്നത്, 2025 നീ ഒറ്റയ്ക്കായത്, 2025 നീ പോയത് എന്തിനാണെന്നറിയാമോ? 26 എനിക്ക് നിന്നെ ഇതുപോലെ ഇരുത്തിയ പറ്റത്തില്ല. ആ കൊയ്ത്തിലേക്ക് നിന്നെ കടത്തണം. നിന്റെ സിറ്റുവേഷൻ, യഹൂദയെ എനിക്ക് നിന്റെ സ്ഥിതി ഒന്ന് ചേഞ്ച് ചെയ്യണം, എനിക്ക് നിന്റെ സ്ഥിതി ഒന്ന് ചേഞ്ച് ചെയ്യണം. ആ സ്ഥിതി ചേഞ്ച് ചെയ്താൽ മാത്രമേ നിന്റെ കൊയ്ത്തിനെ നിനക്ക് തൊടാൻ പറ്റൂ. ഇതെല്ലാവർക്കും പറഞ്ഞിട്ടുള്ള കാര്യമല്ല കൊയ്ത്ത്, ഇതെല്ലാവർക്കും പറഞ്ഞിട്ടുള്ള കാര്യമല്ല കൊയ്ത്ത്. ചില സ്ഥിതികൾ മാറിയവന് മാത്രമേ കൊയ്യാൻ പറ്റത്തുള്ളൂ. യേശുവിൻ്റെ നാമത്തിൽ ആ സ്ഥിതി ചേഞ്ച് ആകുന്ന സ്ഥലമാണ് യാബോക്കിൻ്റെ കടവ്. ആ സ്ഥിതി ചേഞ്ച് ആകുന്ന സ്ഥലമാണ് 2025 നിനക്ക് വന്ന സ്പ്രെയിൻ, 2025 നിന്റെ ലൈഫിനകത്ത് വന്ന വേദനകൾ. ആ സ്ഥിതി ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. 2026 കരങ്ങളൊക്കെ ഒന്ന് ഉയർത്തി പറ, ഞാൻ എക്സ്റ്റാബ്ലിഷ് ആകും. യാക്കോബ് എന്ന് പറയുന്ന വ്യക്തി ഒരു രാഷ്ട്രമാകും. ആമേൻ, ആമേൻ.
ഞാൻ കഴിഞ്ഞ മിനിഞ്ഞാന്ന് 20 മിനിറ്റ് കൊണ്ട് ഒറ്റ വേടിൽ ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ചു. അപ്പം ഒന്നാം ഗ്രൂപ്പ് ലൂക്കോസിന് സുവിശേഷം 9-ാം അധ്യായം. ഒന്നാം ഗ്രൂപ്പ് വിതയ്ക്കാൻ ഇറങ്ങി. അവര് രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ സൗഖ്യമാക്കി, ദൈവരാജ്യം പ്രസംഗിച്ചു. കർത്താവ് കൊടുത്തതെല്ലാം മണ്ണിലിട്ടിട്ട് അവർ വിതച്ചു. പക്ഷേ രണ്ടാമത്തെ ഗ്രൂപ്പ് 10-ാം അധ്യായം 70 പേരുള്ള ഗ്രൂപ്പ് ഈ രണ്ടായിട്ട് 35 ടീമായിട്ട് പോയി. ആ ഗ്രൂപ്പിനോടാണ് പറഞ്ഞത്, പാമ്പിന്മേൽ നിനക്ക് അധികാരം തരും, പാമ്പിന്മേൽ ഞാൻ നിനക്ക് അധികാരം തരും. നിങ്ങൾക്ക് മനസ്സിലാവുന്നു? ഒന്നാമത്തെ ഗ്രൂപ്പിനോട് പറഞ്ഞതല്ല, പാമ്പിന്മേൽ നിനക്ക് അധികാരം തരും. ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ചിരുന്നു, ഒന്ന് വായിച്ചേ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം. ഞാൻ ആ വാക്യം വായിച്ച് നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പോവാം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26-ാമത്തെ വാക്യം. ആ ദൈവം പറയുന്നു മനുഷ്യനെ ഉണ്ടാക്കുക. അടുത്ത വാക്ക്, അവൻ്റെ ഡ്യൂട്ടി, ഈ ഭൂമിയിൽ ജനിച്ചു വീണ ഒരു മനുഷ്യന്റെ ഡ്യൂട്ടി. വായിച്ചോ മോളെ. ആ ആ ആമേൻ. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് എന്തിന്? ഈ ഒറ്റ വാക്യത്തിനകത്തൊന്ന് പറഞ്ഞേ. വാഴാൻ. പറഞ്ഞേ, ചേർന്ന് പറഞ്ഞ വാഴും. 2026 നീ വാഴും. നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല. 2026 നീ വാഴും. 25 വേദനിച്ചതിനെ നീ കയറി വാഴും. 24 സങ്കടപ്പെടുത്തിയതിനെ നീ കയറി വാഴും. ചേർന്ന് പറ, വാഴും, വാഴും, വാഴും. ആമേൻ. ദൈവം പറയുന്നു വാഴും. കർത്താവ് പറഞ്ഞ വാഴൂ എന്ന് പറഞ്ഞാൽ വാഴുവോ? നീ റെയിൻ ചെയ്യും, നീ ഭരണം നടത്തും യേശുവിൻ്റെ നാമത്തിൽ. ചിലയിടത്തൊക്കെ നീ വാഴും. അവൻ നിങ്ങൾ കേട്ടേ, എവിടെയൊക്കെയാ വാഴാൻ ദൈവം വിളിച്ചത്? സമുദ്രത്തിൽ, ഭൂമിക്ക് താഴെ. 2 ഭൂമിയുടെ മേളിൽ, 3 ഭൂമിയിൽ എന്ന് പറഞ്ഞാൽ സർവ്വഭൂമിയിലും. എവിടെയൊക്കെ വാഴണം? ആകാശത്തിൽ, സമുദ്രത്തിൽ, ഭൂമിയിൽ. പറഞ്ഞേ, ആകാശത്തിൽ, സമുദ്രത്തിൽ, ഭൂമിയിൽ വാഴാനാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. അങ്ങനെയാണെങ്കിൽ ചേർന്ന് പറയാമോ, ദൈവം എന്നെ സൃഷ്ടിച്ചത് എവിടെ വാഴാനാണ്? എങ്ങും വാഴ്ചയില്ല പാസ്റ്റർ എന്നാണ് പറയുന്നത്. എല്ലായിടത്തും വാഴാൻ, സർവത്തെയും വാഴാൻ, സർവത്തെയും വാഴാൻ. യോശുവ ആകാശത്തിലെ ശക്തിയെ വാണവനാണ്. യോശുവ പറഞ്ഞു, നീ അവിടെ നിൽക്കാൻ പറഞ്ഞു. സൂര്യനോട് പറഞ്ഞു, അവിടെ നിൽക്കടാ. ചന്ദ്രനോട് പറഞ്ഞു, അവിടെ നിൽക്കടാ. നിന്നോ? വാണു. യേശുവിൻ്റെ നാമത്തിൽ വാഴാൻ ദൈവം വിളിച്ചതാണ്. ഞാൻ പറയുന്നു, ഈ അധികാരങ്ങളൊക്കെ ദൈവം നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്. പ്രൈസ് ദ ലോർഡ്. ഞാനൊരു വലിയൊരു കാര്യത്തിനകത്തേക്ക് നിങ്ങളെ ഒന്ന് കൂട്ടിക്കൊണ്ടു പോകാനാണ് ഞാൻ നിൽക്കുന്നത്. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, എനിക്ക് ഇവിടുത്തെ അയർലൻഡിലെയോ UK ലെയോ ഒന്നും നിയമങ്ങളൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഇന്ത്യയിൽ 3 കൂട്ടം പട്ടാളക്കാരുണ്ട്, 3 കൂട്ടം സോൾജിയേഴ്സ് ഉണ്ട്. കരസേന, നാവികസേന, വ്യോമസേന, നേവി, ആർമി ആൻഡ് എയർഫോഴ്സ്. എനിക്കൊന്ന് ഈ 3 മേഖലയെ അധികാരപ്പെടുത്തുന്നത് ഈ 3 കൂട്ടരാ. വേറെ ഇപ്പം കൂട്ടരുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭൂമിയുടെ 3 മേഖലകളാണ്. അതാ സർവഭൂമിയും. കർത്താവായ യേശുക്രിസ്തു അല്ല, പഴയ നിയമത്തിൽ മോശയ്ക്ക് ദൈവം പലകയിൽ എഴുതി കൊടുക്കുമ്പോൾ, 10 കൽപ്പനകൾ എഴുതി കൊടുക്കുമ്പോൾ, 1-ാമത്തെ കൽപ്പന, ഞാനല്ലാതെ വേറെ എവിടെയൊക്കെ പറഞ്ഞു, ഈ ഭൂമിയിലോ ഭൂമിക്ക് താഴെയുള്ള, ഭൂമിക്ക് മേളിലുള്ള ഈ 3 മേഖല ദൈവം സ്പെസിഫൈ ചെയ്ത് പറയുന്നു. കാരണം സാധ്യത ഈ 3 മേഖലയ്ക്കകത്താ. ആമേൻ. സാധ്യത ഈ 3 മേഖലയ്ക്കകത്താ. യേശുവിൻ്റെ നാമത്തിൽ
ഈ 2026 ചേർന്ന് പറ, എൻ്റെ മുമ്പിൽ വാഴാൻ കിട്ടുന്നവനെയെല്ലാം ഞാൻ വാഴും. ഇത് വാഴ്ചയുടെ സമയമാണ്. ആകാശത്തെ ഞാൻ വാഴും, ഭൂമിയെ ഞാൻ വാഴും, കീഴെ വെള്ളത്തിൻ്റെ മേൽ ഞാൻ വാഴും. ദൈവം വിളിച്ചത് സകലത്തെയും വാഴാനാണ്. സകലത്തെയും വാഴാനാണ്. ആമേൻ. ഞാൻ വാഴണമെങ്കിൽ അടുത്ത വാക്ക് സിസ്റ്ററെ, ഞാനൊരു ജോലിക്ക് അപേക്ഷിച്ചു. എനിക്ക് അവിടെ ജോലിയില്ല. ജോലി അവർ പറയുന്നത് എനിക്ക് നീ സെലക്റ്റാണ്, നിന്നെ ഞങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നു, പക്ഷെ ഇപ്പം നിനക്ക് തരാൻ ഒരു പ്ലേസ് ഇല്ല. അവിടെ നിനക്ക് തരാൻ ഒരു പൊസിഷൻ എന്ന് പറഞ്ഞാൽ നിനക്കൊരു ഒരാൾ ജോലിക്ക് ഒരാൾ മാറിയാലേ അവിടെ നിനക്ക് ജോലി കയറാൻ പറ്റത്തുള്ളൂ. വേക്കൻസി ഇല്ല. ഇപ്പൊ അത് ഫില്ലായി കിടക്കുന്നു. നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടെ നിയമം പറഞ്ഞാൽ RACയിലാണ് നീ, റിസർവേഷൻ ഇല്ല നിനക്ക്. HSC പാനലിലാണ് നീ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരാൾ ആ ജോലിയിൽ നിന്ന് പുറത്തോട്ട് മാറിയാൽ അടുത്ത സാധ്യത നിൻ്റേതാണ്. എന്ന് പറഞ്ഞാൽ സാധ്യതയില്ലെന്നല്ല, സാധ്യതയുണ്ട്. പക്ഷേ ഇപ്പോൾ എൻ്റെ പൊസിഷൻ, ഞാൻ ഇരിക്കേണ്ട പൊസിഷനിൽ വേറെ ആരോ ഒന്ന് ചേർന്ന് പറഞ്ഞേ, എനിക്ക് കർത്താവ് ചെയ്യാൻ പോകുന്നു. ഇതൊക്കെ പ്രൊഫറ്റിക്കിൽ നിനക്ക് പറയാൻ പറ്റുമെങ്കിൽ വാ തുറന്ന് പറ. ഞാൻ അപ്ലൈ ചെയ്തിരിക്കുന്ന ജോലി, ഞാൻ അപ്ലൈ ചെയ്തിരിക്കുന്ന സാധനങ്ങളൊക്കെ എൻ്റെ മേൽ വന്നു വീഴാൻ പോകുന്നു. ഇതൊന്നും ഞാൻ പർപ്പസിലി പറഞ്ഞതല്ല, എൻ്റെ ചിന്തയിൽ പോലും ഇല്ല. ഞാനൊരു ഉദാഹരണത്തിന് വേണ്ടി പറഞ്ഞ വേർഡാണ്. പക്ഷെ ഞാൻ അതിനെ ഇപ്പോൾ പ്രൊഫറ്റിക്കലി ഞാൻ ആ വേർഡിനെ ഇപ്പോൾ നിങ്ങളുടെ മേൽ ഇടുന്നു. നിൻ്റെ ഭാര്യയ്ക്കും നിൻ്റെ ഭർത്താവിനും നിനക്ക് നിൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഇല്ലെന്ന് പറയുന്ന ചില സീറ്റുകളെ, ഇല്ലെന്ന് പറയുന്ന ചില ഒഴിവുകളെ ദൈവം നിൻ്റെ മുമ്പിൽ തുറന്നു തന്ന് നിന്നെ അവിടെ വാഴിക്കാൻ വിശ്വസിക്കുക ബ്രദറെ, വിശ്വസിക്കുക. ഈ വചനത്തെ നിന്റെ ഭാര്യയ്ക്ക് വേണ്ടി നീ വിശ്വസിക്ക്. ഈ വചനത്തെ നിന്റെ ഭർത്താവിന് വേണ്ടി വിശ്വസിക്ക്. ഇത് നിനക്ക് വേണ്ടി നീ വിശ്വസിക്ക്. ഇത് നിനക്ക് വേണ്ടി നീ വിശ്വസിക്ക്. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ ഉരുവാക്കാൻ പറ്റുന്നവൻ ഇല്ലെന്ന് പറഞ്ഞെടുത്ത് നീ വാഴും. ഇല്ലെന്ന് പറഞ്ഞെടുത്ത് നീ വാഴും. നീ അപ്ലൈ ചെയ്ത് നീ ഇന്റർവ്യൂ പാനലിനകത്ത് നിൽക്കുന്നെങ്കിൽ നീ വിശ്വസിക്ക്, 2026 നീ അവിടെ വാഴാൻ പോകുന്നു. ഞങ്ങളിപ്പോൾ ആത്മാവിനത് ഡിക്ലെയർ ചെയ്യുന്നു. ഞാൻ ഈ മാസങ്ങളിൽ കഴിഞ്ഞ 3-4 മാസത്തിനകത്ത് ഞാൻ പ്രസംഗിച്ച ഒരു വേട, ഇടമില്ലെന്ന് പറയുന്നിടത്ത് ഇടമുണ്ടാകാൻ പോകുന്നു എന്ന്. നിങ്ങൾക്ക് ആ വാക്കിനെ ആമേൻ പറയാൻ പറ്റുമോ? ഇടവില്ലെന്ന് പറഞ്ഞെടുത്ത് ഒന്നുകൂടെ പറഞ്ഞേ. അങ്ങനെ തന്നെ പറ. ഇടവില്ലെന്ന് പറഞ്ഞെടുത്ത് വിശ്വസിക്കേ. നീ അത് വിശ്വസിക്കുക. ഇടവില്ലെന്ന് പറഞ്ഞെടുത്ത്, ബ്ലോക്കായെന്ന് പറഞ്ഞെടുത്ത്, മുഴുവനും ലോക്കായി കിടക്കുക എന്ന് പറഞ്ഞെടുത്ത്, യേശുവിൻ്റെ നാമത്തിൽ നിനക്ക് വേണ്ടി ദൈവം ചില കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു. വേഗത്തിൽ ചെയ്യട്ടെ യേശുവിൻ്റെ നാമത്തിൽ. പെട്ടെന്ന് സ്പീഡിൽ വേഗത്തിൽ കാര്യങ്ങൾ ചെയ്യട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഏതായാലും നിനക്ക് ആ പൊസിഷനിൽ, ആ പാനലിനകത്ത് നീ കയറിയിരിക്കും. ഞാൻ ആ വാക്ക് ഒന്നും കൂടെ പറയുന്നു. ഇടമില്ലെന്ന് പറയുന്നിടത്ത് നിങ്ങൾക്ക് ആമേൻ പറയാമോ? ഇടമില്ലെന്ന് പറയുന്നിടത്ത് ദൈവം ഇടപെടുത്താൻ പോകുന്നു. ഇടപെട്ടാൽ ഇടം ഉണ്ടാകും. ഞാനിത് എപ്പോഴാണ് പറഞ്ഞു? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? മർക്കോസ് സുവിശേഷം 2-ാം അധ്യായത്തിനകത്ത് 4 പേര് തളർവാദ രോഗിയെ പിടിച്ചുകൊണ്ട് വന്നു. യേശു കഫർനഹൂമിൽ ഒരു വീട്ടിൽ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞിട്ട്, അല്ലേ? അവനെ വീടിൻ്റെ വാതിൽക്ക വന്നപ്പോൾ അവിടെ ഇരുന്ന ആൾക്കാർ പറഞ്ഞു, അകത്തോട്ട് കയറ്റാൻ എന്തില്ല? ഇടവില്ല. പറഞ്ഞ ഇടവില്ല. ആള് പുറത്താണ്, ആള് കയറേണ്ടത് അകത്താണ്. അകത്താണ് നിനക്ക് സാധ്യത. ഇപ്പം നീ നിൽക്കുന്നത് വെളിയില. അവിടെ നിന്നവരെല്ലാം പറഞ്ഞു, നീ പൊക്കോ, ഇടവില്ല. പക്ഷേ വന്നവരുടെ വിശ്വാസം കണ്ടിട്ട്, അവരെന്ത് ചെയ്തു? റൂഫ് എന്ത് ചെയ്തു? പൊളിച്ചു.
അതിൻ്റെ 2-ാം അധ്യായം 6-7 വാക്യത്തിൽ പറയുന്നു, യേശുവിൻ്റെ മുമ്പിൽ, മർക്കോസ് 2:6-7, യേശു ഇരുന്നതിൻ്റെ മുമ്പിൽ ആ കട്ടിലോടുകൂടെ ഇറക്കി. നിങ്ങളെൻ്റെ കൂടെ ഇല്ല. മർക്കോസ് 2, ഒന്നും കൂടെ ഒന്നാം വാക്യം മോനെ, മർക്കോസ് 2-ാം അധ്യായം 1-ാം വാക്യം എടുത്തേ. 2:1 എടുത്തേ ആദ്യമേ. 2:2 പ്ലീസ്. ആ പറഞ്ഞ ഇടവില്ല. ഇത് നിങ്ങൾക്കുള്ള ദൂതാന്നേ. ഇടവില്ല. 2025 നീ കേട്ടത് ഇടമില്ല. അവര് പലരും വന്നിട്ട് പറയാണ് ഒരു മനുഷ്യനകത്തോട്ട് കയറാൻ ഇടവില്ല. പറഞ്ഞ ഒരു മനുഷ്യന് അകത്തോട്ട് കയറാൻ ഇടയില്ല. പക്ഷെ 6-ാം വാക്യം 4-ാം വാക്യം ആ ആ ആ ഇതാ ദൈവത്തിൻ്റെ പ്രൊവിഷൻ. ഇതാ ഒരു മനുഷ്യന് കയറാൻ ഇടയില്ലാത്തടത്ത് വിത്ത് ബെഡ് നീ വാഴുമെന്നല്ല, നീ കിടന്നു വാഴുമെന്ന് പറ. ഞാൻ പറഞ്ഞ വാക്ക് മനസ്സിലായോ? മെയിൻ ഡോറിൽ കൂടെ ഒരു മനുഷ്യന് കയറി പോകാൻ ഇടയില്ല. പക്ഷെ തുറക്കേണ്ടവൻ തുറന്നപ്പം കട്ടിൽ ഉൾപ്പെടെയുള്ള കിങ് സൈസ് ബെഡ് ഇറക്കി വെക്കാനുള്ള ഇട. നിങ്ങൾക്ക് ആമേൻ പറയാകി പറഞ്ഞേ, കിങ് സൈസ് ബെഡ് ഇറക്കി വെക്കാനുള്ള ഇട ദൈവം തരും. യേശുവിൻ്റെ നാമത്തിലെ കരങ്ങളൊക്കെ ഒന്ന് ഉയർത്തി ഇന്ന് പകൽ വാഴാൻ തുടങ്ങിയാൽ, ദൈവം ചെയ്യാമെന്ന പ്രൊവിഷൻ എന്താണെന്ന് മനസ്സിലാക്കിയാൽ, ഞാൻ ഒന്നും കൂടി ആത്മാവിൽ പറയുന്നു, നിനക്ക് മെയിൻ ഡോറിനകത്ത് ഇടമില്ലെന്ന് പറഞ്ഞ് 2025 നിന്നെ അകറ്റി നിർത്തിയെങ്കിൽ 26 ഞാൻ നിന്നെ നോക്കി ആത്മാവിൽ പ്രവചിക്കുന്നു, കിടക്കയോടെ അവിടെ ഇറക്കി വെക്കാനുള്ള ഇടം, ഇറക്കി വെക്കാനുള്ള ഇടം. പാനലിൽ നിന്റെ പേര് വരൂ, പാനലിൽ നിന്റെ പേര് വരൂ. നിനക്ക് വേണ്ടി ദൈവം വഴിയൊരുക്കോ, നീ വാഴും. യേശുവിൻ നാമത്തിൽ അത് സംഭവിക്കട്ടെ, യേശുവിൻ നാമത്തിൽ സംഭവിക്കട്ടെ. 2025 നീ കേട്ട നിരാശ പറഞ്ഞുകൊണ്ട് 26 നീ കയറി പോകരുത്. 26 നീ പുതിയ സൃഷ്ടിയാകുക, നിന്റെ സ്ഥിതി മാറ്റുക. സാറേ ചേഞ്ച് ചെയ്യണം, നമ്മുടെ മൈൻഡ് സെറ്റിനെ ചേഞ്ച് ചെയ്യണം. യഹൂദയെ നിന്റെ സ്ഥിതി എന്ത് ചെയ്യണം? സ്ഥിതി ചേഞ്ച് ചെയ്താൽ കൊയ്ത്ത് നടക്കും. നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല. ഹോശേയ 6:11 യഹൂദയെ ദൈവം നിന്റെ സ്ഥിതി മാറ്റുമ്പോൾ നിനക്കൊരു കൊയ്ത്തുണ്ട് എന്ന് പറഞ്ഞ 2026 മൈൻഡ് സെറ്റ് കൊണ്ട്, 2026 ഇടുങ്ങിയ ചിന്ത കൊണ്ട്, 2026 നെഗറ്റീവ് കൊണ്ട്, 2026 സങ്കടം കൊണ്ട്, 2025 ഇടുങ്ങിയ ചിന്ത കൊണ്ട്, 2025 നിരാശ കൊണ്ട്, 2025 മൈൻഡ് സെറ്റ് കൊണ്ട് 26 കയറി എന്തെങ്കിലും ചെയ്യാമെന്ന് വെച്ചാൽ നടക്കത്തില്ല. മൈൻഡ് സെറ്റ് ചേഞ്ച് ചെയ്യുക, കൊയ്ത്തിനെ നീ തൊട്ടിരിക്കും. നീ 1000 CV അയച്ചോ, 1000 എടുത്ത് അപ്ലൈ ചെയ്തോ, മൈൻഡ് സെറ്റ് മാറരുത്. 1001 നീ അപ്ലൈ ചെയ്യണം. ആമേ ആമേ. 1002 നീ അപ്ലൈ ചെയ്യണം. 3 എക്സാം എഴുതിയോ, 4ാമത്തത് വീണ്ടും നീ ചെയ്യണം. നിന്റെ മൈൻഡ് നീ പറ, 2026 ഞാൻ ഈ കൊയ്ത്തിനെ തൊടും, ഞാൻ വിതച്ചതിനെ ഞാൻ കയറി പിടിക്കും. രാഷ്മാല ഹസ്മിയാൻറ്റര വൈഡഭ്രവന ലേഖ ചമാസ്മിയാൻറ്റര വൈഡഭ്രവന ജാലവ. നിന്റെ ചിന്താഗതികളൊക്കെ ഒന്ന്, നമ്മുടെ മൈൻഡ് സെറ്റൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തേ, ഇതൊക്കെ ഒന്ന് ഫോർമാറ്റ് ചെയ്തേ. എന്താ പറയുന്നത്? ഈ പുതിയ വർഷത്തിലേക്ക് പഴയ സാധനമായിട്ട് കയറി പോകരുത്. ആമേൻ. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കേട്ടു, പുതിയ വീഞ്ഞ് പഴയ തുരുത്തിയിൽ നീ വെക്കരുത്. പുതിയ വീഞ്ഞ് എവിടെ വെച്ചേക്കണോ? പുതിയ തുരുത്തിയിൽ വെക്കണം, അല്ലെങ്കിൽ മൊത്തത്തിൽ പൊളിഞ്ഞു പോകും. യേശുവിന്റെ നാമത്തിൽ ദൈവം നിന്നെ വിളിച്ചത് പൊളിയാനല്ല, പുതിയത് പണിയാൻ. ഞാനിവിടെ 100 ആവർത്തി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. പരിശുദ്ധാത്മാവ് ഡേവിഡ് ഹോഗൻ എന്ന് പറയുന്ന അഭിഷിക്തനോട് പറഞ്ഞു, ആമേൻ, നീ മരിച്ചവരെ ഉയർപ്പിക്കും. ആമേൻ. മരിച്ചവരെ നീ ഉയർപ്പിക്കും. പുള്ളിക്കാരൻ പോയിട്ട് ഫ്യൂണറൽ സർവീസിന് ചെല്ലുമ്പോൾ ചുമ്മാ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ തുടങ്ങി.
1 എഴുന്നേൽപ്പിച്ചു നടന്നില്ല, 2 എഴുന്നേൽപ്പിച്ചു നടന്നില്ല, 3 എഴുന്നേൽപ്പിച്ചു നടന്നില്ല, 4 എഴുന്നേൽപ്പിച്ചു നടന്നില്ല. 5-ാമത് പുള്ളി വരുമ്പം തന്നെ നാട്ടുകാർ പറയുന്നുണ്ട്, ആ വരുന്നവൻ വട്ടനാണ്, കയറി ബോഡിയെ പിടിക്കാനുള്ള സാധ്യതയുണ്ട്, അവനെ ബോഡിയോട് എന്ത് ചെയ്യരുത്, അടുപ്പിക്കരുത്. നാട്ടുകാർ വട്ടൻ എന്ന് വിളിച്ചു. പക്ഷെ അവൻ വീണ്ടും ചെയ്തു. ഒടുവിൽ എനിക്ക് തോന്നുന്നു എത്രയാ, 28-ാമത്തെയോ 38-ാമത്തെയോ തവണ പിടിച്ചിങ്ങ് എഴുന്നേൽപ്പിച്ചു. നിങ്ങൾ, ഞാൻ പറഞ്ഞ യൂട്യൂബിനകത്തുള്ള കാര്യമാണ്, നമ്പർ ഓർക്കത്തില്ല. പക്ഷേ 1, 2, 3 തവണ പറഞ്ഞു. 4-ാമത്തെ തവണ ചെല്ലുമ്പോൾ ആൾക്കാർ പറഞ്ഞു, ആ വരുന്ന വട്ടനാണ്, അവൻ ചുമ്മാ ഇവിടുത്തെ നമ്മുടെ ഈ ഫ്യൂണറൽ സർവീസിനെ ഉടക്കാൻ വരുന്നതാണ്, ഫ്യൂണറൽ സർവീസിനെ ഇല്ലാതാക്കാൻ വരുന്നതാണ്, ഇതിനെ അലങ്കോലപ്പെടുത്താൻ വരുന്നതാണെന്നൊക്കെ പറഞ്ഞ് അവനെ മാറ്റി നിർത്തിയെങ്കിൽ അടുത്തതിൽ അവൻ കയറി പിടിച്ചു. ഏകദേശം 50-ലധികം മരിച്ച ഡെഡ് ബോഡിയെ ഉയർപ്പിച്ചവൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞ്. 1-ാമത്തത് നടന്നില്ലെന്നും പറഞ്ഞ്, 2-ാമത്തത് നടന്നില്ലെന്നും പറഞ്ഞ് ഇവിടെ നമ്മളെല്ലാം അവസാനിപ്പിച്ചിട്ട് അലരി വൃക്ഷത്തിന് മേൽ കിന്നരവും തൂക്കിയിട്ട് നീ ഇനിയും പാട്ടും പാടുന്നില്ലെന്നും പറഞ്ഞ് നിൽക്കുക. എന്നാൽ പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു, ഇവിടെ നീ കിന്നരം കയ്യിലെടുത്താൽ, നീ ഇത് താഴ്ത്താതെ കയ്യിലെടുത്താൽ, നീ കൊയ്ത്തിനെ തൊടും. നിന്റെ മൈൻഡ് സെറ്റിനെ നീ ചേഞ്ച് ചെയ്യുക, നിന്റെ വിചാരത്തെ നീ ചേഞ്ച് ചെയ്യുക. യേശുവിന്റെ നാമത്തെ ഫ്യൂണറൽ സർവീസിനെ, ഫ്യൂണറൽ സർവീസിന്റെ ഓർഡറിനെ തെറ്റിക്കുന്ന നിലയിൽ, നോർമൽ സർവീസുകൾ ചേഞ്ച് ആകുന്ന നിലയിൽ ദൈവം നിന്നിലൂടെ യേശുവിന്റെ നാമത്തെ നീ തോടും, നീ ഉയർപ്പിനെ തോടും, നീ വാഗ്ദത്തത്തെ തോടും. യേശുവിന്റെ നാമത്തിൽ ഇതിനെ ആമേൻ പറഞ്ഞ് സ്വീകരിക്കും സിസ്റ്ററെ. ഓ, പുതിയ തുരുത്തി. ആമേൻ. കൊയ്ത്തിന് ഏറ്റവും അത്യാവശ്യം പുതിയ തുരുത്തിയാണ്. ഈ ചിന്താഗതി മാറുക. ആമേൻ. യേശുവിൻ്റെ നാമത്തെ പൊളിക്കട്ടതൊക്കെ. ആമേൻ. ആമേൻ. പറഞ്ഞ ഇടവില്ലാത്തടത്ത് ദൈവം 2025 ഇടവില്ലെന്ന് പറഞ്ഞത് ഞാനത് ഭയങ്കരമായിട്ട് എൻ്റെ മെസ്സേജ് മാറിയെന്നേ. 2025 ഇടവില്ലെന്ന് പറഞ്ഞെടുത്ത് 26 നിങ്ങൾ പറ, കിങ് സൈസ്. അത് കൊള്ളാം. കിങ് സൈസ് ഇടം. ഒരു കാല് കുത്താൻ ഇടവില്ലെന്ന് പറഞ്ഞെടുത്ത് കിങ് സൈസ് ബെഡ് കിടത്തും. നിന്നെ ഇരുത്തത്തില്ലെന്ന് പറഞ്ഞെടുത്ത് നീ വാഴും. ഇരുത്തത്തില്ലെന്ന് യേശുവിൻ്റെ നാമത്തിന് അതിനൊക്കെ എങ്ങനെ ആമേൻ പറയുന്നത്? ഇങ്ങനെ ഇരുന്ന് പറഞ്ഞാൽ മതിയോ? ഇരുത്തത്തില്ലെന്ന് പറഞ്ഞെടുത്ത് നീ ആമേൻ കിടന്നു വാഴും. ഇരുത്തത്തില്ലെന്ന് യേശുവിൻ്റെ നാമത്തിൽ ഈ രാജ്യത്ത് നിന്നെ നിർത്തത്തില്ലെന്ന് പറയുന്നിടത്ത് നീ ഇവിടെ അധികാരത്തോടെ ഇവിടെ കിടന്നു വാഴുമെന്ന് ആമേൻ പറയാൻ പറ്റുമെങ്കിൽ അയർലൻഡിന്റെ മേലെ നിൽക്കുന്ന ആത്മമണ്ഡലത്തിൽ കയറുന്നുണ്ട് പറ, ഇവിടെ ഞങ്ങൾ കൊയ്തെടുക്കും. ഇരുത്തത്തില്ല, നിർത്തത്തില്ലെന്ന് പറയുന്നിടത്ത് ഞങ്ങൾ കിടന്നു വാഴും. ആമേൻ. Thank you Jesus. 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 ഇല്ലാത്ത അഡ്മിഷൻസ് ഒക്കെ ഉരുവാകട്ടെ, ഇല്ലാത്ത സാധ്യതകളൊക്കെ ഉളവാകട്ടെ, ഇല്ലാത്ത വേക്കൻസികളൊക്കെ തുറന്നു വരട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞാൻ അതിനെ പ്രഖ്യാപിക്കുന്നു. യഫതാ, 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 തുറന്നു വരിക. നമ്മളിപ്പോൾ പാടിയില്ലേ, യേശുവില്ലെങ്കിൽ എനിക്ക് ജീവനില്ല. യേശു പറയുകയാണ്, എടാ ഞാൻ ജീവൻ തന്ന എന്തിനാണെന്നറിയോ? അതുവരെയും മരണത്തിനൊരു അധികാരി ഉണ്ടായിരുന്നു. ആ അധികാരി എൻ്റെ മരണം കൊണ്ട് ഞാൻ എന്ത് ചെയ്തു? അറസ്റ്റ് ചെയ്തു. ഇപ്പം അതിൻ്റെ അധികാരി ആരാണ്? അപ്പം ഞാൻ ഈ ഒരു വാക്കൊന്നുകൂടെ പറയാം. യേശു പറഞ്ഞു, ഞാനാ ഇപ്പം എല്ലാത്തിൻ്റെ അധികാരി. ഇതിൻ്റെ അധികാരി ഒരാളുണ്ടായിരുന്നു, പക്ഷെ അതിനെ എന്ത് ചെയ്തു ദൈവം? തൻ്റെ സ്വന്തം മരണത്താൽ, എബ്രായ ലേഖനത്തിൽ എങ്ങനെ എഴുതിയിരിക്കുന്നത്? അവൻ്റെ മരണത്താൽ അതിനെ നീക്കി. മരണപര്യന്തം
ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്ന നമ്മളെ തൻ്റെ മരണത്താൽ അവൻ സ്വാതന്ത്ര്യം വരുത്തി എന്ന് പറഞ്ഞാൽ യേശു സ്വന്തം മരണം കൊണ്ട് മരണത്തെ ജയിച്ചു. അതിൻ്റെ അധികാരിയെ ജയിച്ച് താക്കോലിങ്ങ് തിരിച്ചെടുത്തു. നിങ്ങളൊരു സീൻ കണ്ടോ? നിങ്ങളൊരു സാധനം കണ്ടേ? മത്തായി സുവിശേഷം 2-3 അധ്യായത്തിനകത്ത് ഇങ്ങനെ പറഞ്ഞു, യേശുവിനോട് പറഞ്ഞു, എനിക്കൊന്ന് 3-ലാന്ന് തോന്നുന്നു അല്ലേ, എന്നെ ഒന്ന് നമസ്കരിച്ചാൽ മതി, എന്നാൽ ഈ കാണുന്നതെല്ലാം ഇപ്പോൾ എൻ്റെ അധീനതയിലാണ്. ഇതെന്നെ ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നത്? നോക്കാൻ ഏൽപ്പിച്ചിരിക്കുക. ഇതിൻ്റെ കീ ഇപ്പം എൻ്റെ കയ്യിലാണ്. ആരും കാണത്തില്ല, CCTV ഇല്ല, ആരുമില്ല, ഓൺലൈൻ വാർത്തയില്ല, സോഷ്യൽ മീഡിയ ഇല്ല. ഒന്ന് വന്ന് എന്നെ എന്ത് ചെയ്താൽ മതി? എന്നെ ഒന്ന് വർഷിപ്പ് ചെയ്താൽ, എന്നെ പ്രൈസ് ചെയ്താൽ, എന്നെ ഒന്ന് വീണ് നമസ്കരിച്ചാൽ ഈ കീ ഞാൻ എന്ത് ചെയ്യാം? അങ്ങോട്ട് തരാം. അങ്ങനെയായിരുന്നെങ്കിൽ ക്രൂശില്ലാതെ കീ മേടിച്ചുകൊണ്ട് പോകാമായിരുന്നു. പക്ഷേ യേശു എന്ത് ചെയ്യുന്നറിയോ? പറഞ്ഞു, നിൻ്റെ കീ അവിടെ വെച്ചോളാൻ പറഞ്ഞു, ഞാൻ മേടിച്ചോളാം. യേശുവിൻ്റെ നാമത്തിൽ. ക്രൂശൻ്റെ മരണത്തെ പ്രസ്താവിച്ചതാണെങ്കിൽ പോലും ക്രൂശ് എന്ന് പറയുന്നത് എൻ്റെ ജയമായിരുന്നു. ഞാൻ ഇച്ചിരി കൂടെ വ്യക്തമായിട്ട് പറയാം. നിങ്ങൾ കണ്ടേ, ആ കാഴ്ച ഒന്ന് കണ്ടേ. കൊലോസ്യയിലെ 2-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നു. അവൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, 2:15, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവനെ പരസ്യമായ കാഴ്ചയാക്കി. അടുത്തത് 14-ാമത്തെ വാക്യം. അമ്മൻ എന്ത് ചെയ്തു? യേശുവിനെ ക്രൂശിൽ തറച്ചു. ആ ക്രൂശിൽ തറയിൽ സംഭവിച്ചത് നിങ്ങളിപ്പോൾ ഈ സ്റ്റേജിലോട്ട് നോക്കി. പിശാചിനെ അവൻ്റെ ക്രൂശ് നിമിത്തം തകർത്തു. എന്നിട്ട് 15-ാമത്തെ വാക്യം അതിനകത്ത് എഴുതിയിരിക്കുകയാണ്, അവൻ്റെ കയ്യിലിരുന്ന വാഴ്ചകളെ അധികാരങ്ങളെ അവൻ്റെ മുമ്പിൽ എന്ന് പറഞ്ഞാൽ അവൻ്റെ കയ്യിൽ എന്നൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം എന്ത് ചെയ്യുന്നറിയോ? താഴ്വെപ്പിച്ചു. എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ വിശ്വസിക്കുക, അവൻ്റെ തലയെ ചവിട്ടിയിട്ട് അന്ന് കോംപ്രമൈസ് സ്റ്റോക്കിന് വന്ന താക്കോലില്ലേ, അവൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങോട്ട് എടുത്തോട്ട് പറഞ്ഞു, ഇനി ഇതിൻ്റെ അധികാരി. ഈ ഒരു സീൻ ഉണ്ടാകാതിരിക്കാനാ പിശാചു അന്നേ പറഞ്ഞത്, ഞാൻ കീ തന്നേക്കാം, ഒന്ന് നമസ്കരിച്ചാൽ മതി. പക്ഷെ ദൈവം വിട്ടത് കീ തരാൻ വേണ്ടി മാത്രമല്ല, അതുവരെ ആ ലോകത്തെ അധികാരം പറഞ്ഞ അധികാരിയെ ക്യാൻസൽ ചെയ്തിട്ട് അധികാരം വെച്ചെടുക്കണം. അല്ലെങ്കിൽ ഇവൻ വീണ്ടും വീണ്ടും വന്നിട്ട് എന്ത് ചെയ്യുന്നറിയോ? ഇതിന് പുറകെ നടക്കും. യേശുവിൻ്റെ നാമത്തിൽ ദൈവം പറഞ്ഞു, ഞാൻ മനുഷ്യനെ സൃഷ്ടിക്കുന്നത് എന്തിനാണെന്നറിയാമോ? ആകാശത്തെ, ഭൂമിക്ക് കീഴെയുള്ള വെള്ളത്തെ വാഴാൻ. ആ വാക്യത്തിനകത്ത് തന്നെ ഇൻബിൽട്ടായിട്ട് എഴുതിയിട്ടുണ്ട്, അവിടെ ചിലത് വാണോണ്ടിരിപ്പുണ്ട്. ആകാശത്തിൽ പർവ്വജാതി വാണോണ്ടിരിപ്പുണ്ട്, ഭൂമിയിൽ ഇഴജാതി വാണോണ്ടിരിപ്പുണ്ട്, ഭൂമിക്ക് കീഴെ വെള്ളത്തിൽ മത്സ്യങ്ങൾ വാണോണ്ടിരിപ്പുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ അതിന് മനുഷ്യനെ സൃഷ്ടിക്കുന്നിടം വരെ ഇതിൻ്റെ അധികാരി ആരായിരുന്നു? ഭൂമിയുടെ അധികാരി ആരായിരുന്നു മനുഷ്യനെ സൃഷ്ടിക്കുന്നിടം വരെ? ഓൾറെഡി ഭൂമിയിൽ ഇപ്പോൾ എന്തോ ചെയ്തുകൊണ്ടിരുന്നേ? വെള്ളത്തിൽ ആരായിരുന്നു? ആകാശത്ത് ആരായിരുന്നു? പർവ്വജാതി. ഈ മൂന്നിനെയും വാഴാൻ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ 3 ടെറിറ്ററിയെയും നീ എന്ത് ചെയ്യണം? കീഴ്പ്പെടുത്തണം. എന്നാൽ മാത്രമേ വാഴ്ച നടക്കത്തുള്ളൂ. അക്കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്തേ. ഇന്ന് പകൽക്കാലം ചിലതിന് മേൽ നമ്മൾ വാഴ്ച നടത്താൻ പോവാം. വാഴ്ച നടത്തട്ടെ യേശുവിൻ്റെ നാമത്തിൽ. എല്ലാ കണ്ണുകൾ അടച്ച് നീ ഇല്ലെങ്കിൽ എനിക്ക് ജീവനില്ല. ഇന്ന് ചില കീകളെ ദൈവം നിന്റെ കയ്യിലോട്ട് തരും. നിനക്കത് സ്വീകരിക്കാൻ പറ്റുമോ?
അവൻ്റെ കൈക്കകത്തിരുന്നതിനെ ദൈവം നിന്റെ കൈക്കകത്തോട്ട് തരട്ടെ. ഒരു കൊയ്ത്തിന് നീ സജ്ജനാകുക, ഒരു കൊയ്ത്തിന് നീ തയ്യാറാകുക. ഈ വർഷം നമ്മൾ കൊയ്തെടുക്കും. ഞാൻ ഈ സന്ദേശത്തിൻ്റെ ബാക്കി അടുത്ത ദിവസങ്ങളിൽ ഞാൻ പറയാം. ബൈബിൾ പഠിപ്പിച്ചു, യഹൂദിയെ നിൻ്റെ ചേഞ്ചസ്, കൊയ്ത്തിന് നമ്മൾ ആദ്യമേ സജ്ജരാകുക. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. കൊയ്ത്തിന് നമ്മൾ ആരാകണം? സജ്ജരാകണം. ഒരു വലിയ കാര്യം നിൻ്റെ കയ്യിലോട്ട് തരുന്നതിന് മുമ്പ് അതിനെ സ്വീകരിക്കാനുള്ള ആ കപ്പാസിറ്റി എൻ്റെ ദൈവം നോക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ഒരു മിനിറ്റ് ഒന്ന് എഴുന്നേറ്റ് വന്നേ. എല്ലാ കണ്ണുകളും അടച്ച്